ഹലോ ഗൈസ്, അപ്പോൾ സ്നാപ് സീരീസ് ഒറിജിനൽസിന്റെ പുതിയൊരു വീഡിയോ ആയിട്ട് RJ ആൻഡപ്പൻ എത്തിയിരിക്കുകയാണ്. ഇപ്രാവശ്യം വന്നിരിക്കുന്നത് എലിക്സർ സ്റ്റുഡിയോസ് പ്രസൻസ് അടയാളം എന്ന് പറയുന്ന വെബ് സീരീസിലെ കാസ്റ്റ് ആൻഡ് ക്രൂ ആണ് എൻ്റെ കൂടെ ഉള്ളത്. അവരുടെ ഒരുപാട് സ്റ്റോറീസും കാര്യങ്ങളും ഒക്കെ നമുക്ക് കേൾക്കാനായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് പോയാലോ? വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കരുതെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് വെൽക്കം ടു ദ വീഡിയോ. സ്നാപ് സീരീസിന്റെ യൂട്യൂബ് ചാനലിലൂടെയാണ് റിലീസ്. ചാനലിലാണുള്ളത്. ഇൻ long run എനിക്ക് അല്ല അത് കഴിഞ്ഞു അങ്ങനെ അതങ്ങനെ കീപ്പപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ ശ്രമിക്കും. നിന്റെ ക്യാരക്ടറിന് ചെയ്യാൻ വെച്ചിരുന്ന പയ്യൻ ട്രെയിൻ മാറി കയറി കണ്ണൂര് പോയി ഇറങ്ങി. ചെറിയ കാര്യം മതി സന്തോഷിക്കാൻ, ചെറിയ കാര്യം മതി വിഷമിക്കാൻ. പക്ഷേ റോൾ ക്യാമറ ആക്ഷൻ. യെസ്, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അടയാളത്തിന്റെ കാസ്റ്റ് ആണ് ഇപ്പൊ എൻ്റെ കൂടെ ഉള്ളത്. അപ്പോൾ ഓരോരുത്തരായിട്ട് പരിചയപ്പെടുന്നതിന് മുമ്പ് നമുക്ക് സ്കൂളിലൊക്കെ ചെയ്യണം. കാരണം ഇത് എൻ്റെ ലൈഫിൽ ഞാൻ ഇതുവരെ ഹോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇത്രയും പേര് വെച്ചിട്ടുള്ളത് എൻ്റെ ആദ്യമായിട്ടാണ്. അതുകൊണ്ട് എങ്ങനെയായിരിക്കും എന്നുള്ളത് ഇനി മറ്റേതിൽ പറയുന്ന പോലെ കണ്ടു തന്നെ അറിയാം എന്താണ് സംഭവിക്കാൻ പോകണമെന്നുള്ളത്. അപ്പോൾ ഫസ്റ്റ് ഓരോരുത്തരും ഞാൻ ഈ നമ്മൾ സ്കൂളിൽ പോകുമ്പോഴും പേര് വിളിക്കുന്ന പരിപാടി ഉണ്ടല്ലോ, വിളിച്ചോട്ടെ? ധൈര്യമായിട്ട് വിളിച്ചോ. ഗായത്രി പ്രസന്റ് സാർ പറയണം. ശ്രീജിത്ത്, അമൽ ദർശൻ, ഓക്കെ. സുലൈഖ, ഓക്കെ. അഭിനന്ദ്, എനിക്ക് അഭിനന്ദിനെ അറിയാം. അഭിനന്ദ് ആദ്യം എൻ്റെ ഇതിനകത്ത് ഉണ്ടായിരുന്നില്ല. ജയകൃഷ്ണൻ, പ്രസന്റ്. ഓക്കെ. അപ്പൊ എന്തായാലും പേരറിഞ്ഞു. ഇനി നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്, എന്താണ് നിങ്ങൾ, ആരാണ് നിങ്ങൾ എന്നൊക്കെയാണ് എനിക്ക് അറിയേണ്ടത്. അപ്പൊ എവിടെ നിന്ന് തുടങ്ങാം? അവിടെ തുടങ്ങാം. അങ്ങനെയില്ല, നീ തന്നെ തുടങ്ങി. നീ അല്ലേ പറഞ്ഞു വെച്ചേ? ഞാൻ എൻ്റെ പേര് അമൽ. ഓൾറെഡി നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പോ പ്രത്യേകിച്ച് ഫോർമൽ ആയിരുന്നുണ്ടോ ഡൗട്ട് ഇല്ലടാ, കുഴപ്പമില്ല. കുറച്ച് കഴിയുമ്പോൾ ഞാൻ അടിച്ചോളാം. ഇല്ല, ഞാൻ ആക്ച്വലി ഇപ്പോൾ ഒരു 4-5 വർഷമായിട്ട് സിനിമയുടെ പരിപാടിയൊക്കെ ആയിട്ട് നടക്കുകയാണ്. പിന്നെ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതൊക്കെ തന്നെയുള്ളൂ. മെയിൻ സിനിമയാണ് മെയിൻ പരിപാടി. ഓക്കെ. അടുത്ത ആള്. എൻ്റെ പേര് ശ്രീജിത്ത് SJ. ഇതിൽ നന്ദു എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ചെയ്തു. ഓക്കെ. സിനിമ തന്നെയാണ്. പക്ഷെ സിനിമ മാത്രമല്ലല്ലോ, ഞാനിവിടെ വന്നു കഴിഞ്ഞാൽ പറയാൻ പറ്റിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ണിക്കണ്ണൻ മംഗലം ഡാമിനെക്കാളും വലിയ വിജയ് ഫാൻ കേരളത്തിലുണ്ടെങ്കിൽ അത് താനാണെന്നാണ് ഞാൻ അറിഞ്ഞത്. ആണോ? ആണോ? അത് വേറെ ബ്രാൻഡ്. ഇല്ലില്ല, അത് ഇത് ഈ ഇന്റർവ്യൂടെ നമ്മൾ ഉണ്ണിക്കണ്ണനെ നമ്മൾ ഔട്ട് ആക്കാൻ പോണത്. വേറെ ചലഞ്ച് ഉണ്ട്. വിജയ് ഫാനാണോ അല്ലയോ? ഞാൻ വിജയ് ഫാനാണ്. കട്ട വിജയ് ഫാനാണ്. തന്നെയാണ് അഭിനയം ഇഷ്ടപ്പെട്ടതും. അതൊക്കെ നമ്മൾ ആദ്യം പറയണ്ടേ? ഞാൻ കണ്ടിട്ടുള്ള അൾട്ടിമേറ്റ് ഹീറോ പുള്ളി തന്നെയാണ്. അപ്പൊ അത് തന്നെയാണ് എന്റെ ഇൻസ്പിറേഷൻ, മോട്ടിവേഷൻ. ഓക്കെ. ഗായത്രി. അപ്പം എൻ്റെ പേര് ഗായത്രി മയൂര. ഞാൻ ആർട്ടിസ്റ്റാണ്. ലൈക്ക് കരിയർ വൈസ്, പ്രൊഫഷൻ വൈസ് ആർട്ടിസ്റ്റാണ്. പിന്നെ ഇതിൽ മിലി മാത്യൂസ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത്. ലീഡ് റോളാണ്. ലീഡ് റോളാണ്. യെസ്, ആക്ടേഴ്സ് തന്നെ പറയാം. ഓക്കെ. എൻ്റെ പേര് ജയകൃഷ്ണ ജയപാൽ. ഞാനിവിടെ ട്രിവാൻഡ്രത്ത് തന്നെയാണ്. ഐ ആം ഓൾസോ ആർട്ടിസ്റ്റ്. ഞാൻ അല്ലാതെ ഒരു പ്രൊഡക്ഷൻ ഹൗസിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അഭിനയം, പാട്ട്, ഇങ്ങനത്തെ കാര്യങ്ങളായിട്ടൊക്കെ പോകുന്നു. പാട്ട് ഞാൻ ആക്ച്വലി ഫസ്റ്റ് നമ്മൾ കണ്ടപ്പോ തന്നെ പെട്ടെന്ന് നമ്മുടെ സിദ്ധാർത്ഥില്ലേ, നമ്മുടെ മേനോൻ മ്യൂസിക്, ഒരു ചെറിയ ടച്ച് ഒക്കെ തോന്നിയിട്ടുണ്ട്. ഉണ്ടോ? എന്തോ അങ്ങനെ ടച്ച് ഉണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞിട്ട്? പാട്ട് പാടൂ, ജസ്റ്റ് ഒരു ചെറുതായിട്ട്. ഇപ്പോഴോ? നമുക്ക് കുറച്ച് മുമ്പോട്ടൊക്കെ പോയിട്ട്. माशाअल्लाह तारीफ़े माशाअल्लाह, बड़ी कम वक्त है तू, अभी भी मस्त है तू, वल्ला वल्ला अदा है वल्ला वल्ला, बड़ी ही सत है तू, अभी भी मस्त है तू, बार बार जो देखा 2 दफा ना सोचा, एक ही इशारे पे दिल 30 तुझे दे दी दे दी, दिल चीज तुझे दे दी. ആഹാ, അടിപൊളി അടിപൊളി അടിപൊളി. പാട്ട് പോലെ തന്നെ മച്ചാനും കാണാനൊക്കെ ക്യൂട്ടായിട്ടുണ്ട്. അപ്പൊ സിദ്ധാർത്ഥ ഫാൻസ് ഉള്ള പോലെ ഫാൻസ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഇന്ന് പാപ്പയാവട്ടെ. ഓക്കെ. അടുത്ത ആള്. എൻ്റെ പേര് സുലേഖ. ഞാൻ മിസ് ട്രിവാൻഡ്രം 2022 റണ്ണറപ്പ് ആയിരുന്നു. സ്റ്റാർ ഓഫ് കേരള മിസ്സിംഗ് റൈസിംഗ് സ്റ്റാർ 2023 സീരീസാണ് കൂടുതൽ ചെയ്യുന്നത്. ആങ്കറിങ്, കരിയർ സൈക്കോളജി കൗൺസിലർ ആണ്. അപ്പൊ കൗൺസിലിംഗ്, മെന്റൽ ഹെൽത്ത് ട്രെയിനിങ് ഒക്കെ ചെയ്തു വരുന്നു. ബിസിനസ് ഉണ്ട്. നമുക്ക് എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് തീർച്ചയായിട്ടും പറ്റിയ ആളാണ് കിടന്നത്. ആദ്യം കാര്യം നമ്മുടെ വിഷമം കേട്ട കാര്യം എന്റെ ഫ്രണ്ട്സ് ചോദിക്കും, ഞാനിപ്പോ ക്ലാസ് എടുക്കാൻ പോവാണെങ്കിൽ നീയോ മെന്റൽ ഹെൽത്തോ എന്ന് പറഞ്ഞിട്ട്
കാര്യം ഞാനായിരിക്കും കരഞ്ഞോണ്ടിരുന്നിട്ട് അവരെ വിളിക്കണത്. അടിപൊളി. കരയുന്നത് ഒരു പ്രശ്നമാണോ? അച്ചീവ്മെന്റ്സ് എന്തൊക്കെയുണ്ട് അതൊക്കെ ചോദിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. No, ഇല്ല. ഇത്രയല്ല കുറെ ഒരുപാടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. പറയൂ, എന്തൊക്കെയാണ് അച്ചീവ്മെന്റ്സ്? അച്ചീവ്മെന്റ്സ് ഇതൊക്കെ തന്നെ. ഞാൻ ഇപ്പം ഇവന്റ് മാനേജ്മെന്റ് ചെയ്യുന്നത് ഞാൻ എല്ലാം ഒറ്റയ്ക്കാണ് ചെയ്യുന്നത്. അങ്ങനെയൊക്കെ പോകണം. കുറെ ആഴ്ച ചെയ്തു. സീരീസ് ആണ് കൂടുതൽ ചെയ്യുന്നത്. അപ്പം ഇതില് അടയാളത്തില് ഞാൻ ഇതില് പോലീസ് കോൺസ്റ്റബിൾ ആയിട്ടുള്ളൊരു വേഷമാണ്. അപ്പൊ ഇൻവെസ്റ്റിഗേഷൻ സാറിന്റെ കൂടെ ത്രൂ ഔട്ട് ഉണ്ട്. അങ്ങനെയൊക്കെ. സാറിൻ്റെ കൂടെ എന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ അല്ല, ഇതിന്റെ ഞാൻ ഇതിൽ കാസ്റ്റിംഗ് ഡയറക്ടറാണ്, AD ആണ്. ഞാൻ വർക്ക് ചെയ്യുന്നത് ഇതുപോലെ ഒരു പ്രൊഡക്ഷൻ കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഇതിൽ കാസ്റ്റിംഗ് ഡയറക്ടർ AD ആയിരുന്നു. പക്ഷെ ഞാനിവിടെ വന്നു കഴിഞ്ഞപ്പോ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ചാൽ എല്ലായിടത്തും ഉള്ള ഒരാളാണ്. അതെ, എന്തിനും ഏതിനും ഓളിനോളാണ് നമ്മുടെ. അഭിനയം. ഓക്കെ. അപ്പൊ നിങ്ങളുടെ ക്രൂവിനോട് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ? ചോദിച്ചോ? ഇതിപ്പോ ഒരു വെബ് സീരീസ് ആണ്. അതെ. ഇതേ പേരിൽ ഒരു സിനിമയുണ്ട് മലയാളത്തിൽ, അറിയോ? പഴയ പല സിനിമകളും. പഴയ പടമാണെങ്കിൽ അത് ആരാ അഭിനയിച്ച? മമ്മൂട്ടിയാണോ? ഞാൻ കണ്ടിട്ടില്ല. ഒരാള് നോക്കട്ടെ, ഞാൻ എത്രമാത്രം നിങ്ങൾ ഇതിനെ പറ്റിയൊക്കെ എന്തൊക്കെ നോക്കിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ലല്ലോ. ഒരു ക്ലൂ തരാം. വർഷം 1991. K. മധുസാറാണ് ഡയറക്ട് ചെയ്തത്. മമ്മൂട്ടി ആയിരിക്കും. ആവണം. എനിക്കും തോന്നുന്നു. ഒരാൾ പറഞ്ഞല്ലോ, എന്താ പിന്നെ അങ്ങനെ ആവാന്നുള്ളത്? ആവണം, മമ്മൂട്ടി ആവണം. മമ്മൂട്ടി ആവണം. ആണ് ആണ്. മമ്മൂട്ടി ചെയ്തിട്ടുള്ള ഒരു പടമാണ്. അപ്പൊ ഈ ഒരു ചോദ്യത്തിലൂടെ തന്നെ അങ്ങോട്ട് പോവാണ്. എങ്ങനെയാണ് നിങ്ങളെല്ലാം അടയാളത്തിലേക്ക് എത്തിയത്? ഓക്കെ. എനിക്ക് ബേസിക്കലി എന്നെ പരിചയമുള്ളൊരു ചേച്ചി ഒരു ദിവസം ഒരു കാസ്റ്റിംഗ് സംഭവം ഉണ്ട്, അപ്പൊ പ്രൊഫൈൽ ഒന്ന് അയച്ചു കൊടുക്കാമെന്ന് ചോദിച്ചു. അങ്ങനെ അയച്ചു. അഭി എന്നെ വിളിച്ചു. ഞാൻ ഇവിടെ സ്റ്റുഡിയോയിൽ പോയി. എനിക്ക് ഓഡീഷൻ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ എത്തിയത്. നോർമൽ പ്രോസസ് ഓഫ് ഓഡീഷൻ. എല്ലാരും ട്രിവാൻഡ്രം തന്നെയാണോ? അല്ലെന്ന് തോന്നുന്നു. സുലു ഞാൻ നാട് കൊല്ലാണ്, പക്ഷെ കൊച്ചിയിലാണ് ഇപ്പൊ സ്റ്റേ ഒക്കെ. ഞാൻ ഒരു ചോദ്യം ചോദിച്ചാൽ ഒഫൻഡഡ് ആവരുത്. സോഷ്യൽ മീഡിയയിൽ കാണാറുള്ള ഒരു കാര്യമാണ്. കൊല്ലംകാരെ പേടിക്കണമെന്നുണ്ടോ? വേണ്ട. എനിക്കത് എല്ലായിടത്തും പറയണം തോന്നുന്നു. പക്ഷെ ഞങ്ങൾ അത്ര ഇതായിട്ടുള്ള ആൾക്കാർ എല്ലാ നാട്ടിലും ഉണ്ടാവില്ലേ? ഇത് ഭയങ്കര സ്നേഹമുള്ള വ്യക്തിയാണ്. ഇത് കൊല്ലം കാര്യമാണ് പറയൂല കേട്ടോ. പാവ നല്ല നല്ല കുട്ടിയാണ്. ഓക്കെ. സ്വയം അങ്ങനെയൊക്കെ പറയും, പക്ഷെ ബാക്കിയുള്ളവർക്ക് ഇത്ര പേടിയാണ്. ഓക്കെ. അപ്പൊ എങ്ങനെയാ എത്തിയത്? ഞാൻ ഇതിന്റെ കോസ്റ്റ്യൂം ആൻഡ് മേക്കപ്പ് ചെയ്ത സായിക്ത ഞങ്ങൾ മുമ്പ് ഒരു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അവൾ ഇതുപോലെ വിളിച്ചിട്ട് പറഞ്ഞു ഇതുപോലെ ഒരു വർക്ക്. ഇത് നേരത്തെ പറഞ്ഞോണ്ടാണോ പേര് മെൻഷൻ ചെയ്തേ? നേരത്തെ ഇന്റർവ്യൂവിന് മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും പറയണം ഇങ്ങനെ ഒരു പേര് ഇവിടെ എന്തായാലും കാണാതെ പഠിച്ചിരുന്നിട്ട് എഴുതി പഠിച്ചിട്ട് അതേപോലെ. അല്ല, അമ്മു വിളിച്ചിട്ടാണ് വരുന്നത്. അമ്മു നമ്പർ തരുന്നു, ഫുള്ളി കോണ്ടാക്ട് ചെയ്തതല്ല. ഓക്കെ. അപ്പൊ ഗായത്രി, ഞാൻ ഇതിലേക്ക് വരുന്നത് ആക്ച്വലി ഇതിന്റെ DOP ത്രൂ ആണ്. DOP ഇസ് മൈ ഫ്രണ്ട്. അപ്പം പുള്ളി ത്രൂ കണക്ട് ചെയ്തിട്ടാണ് എന്നെ അഭിനന്ദ് വിളിക്കുന്നത്. അങ്ങനെ അഭിനന്ദ് ത്രൂ ഇതിലേക്ക് വന്നു. ഞാന് എന്റെ കുടുംബമാണ് ഇതിന്റെ ഡയറക്ടർ. എനിക്കറിയാം, പക്ഷെ എന്നാലും ഞാൻ കേൾക്കണമല്ലോ. അതെ. വിചാരിച്ചല്ലേ? ഓക്കെ. പിന്നെ ഓഡിഷൻസ് ഉണ്ടായിരുന്നു. ഞാനും ഒരു ഓഡിഷൻ കൊടുത്തിട്ടുണ്ട്. അല്ല, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. എനിക്ക് ഇവനെ നേരത്തെ മുതലേ അറിയാം. എന്നിട്ട് ഞാൻ ഇവനെ ഇന്റർവ്യൂ ചെയ്യാൻ വന്നിരിക്കുകയാണ്. ഇതെല്ലാം ഞാൻ ചോദിക്കുക വേണം. അതെ. അപ്പൊ അങ്ങനെയാണ് നീ എത്തിയത്. നിന്റെ എത്തിയ കഥ ഓക്കെ ബ്രോ. ഞാൻ എത്തിയ കഥ എന്ന് പറയുമ്പോഴത്തേക്കും വലിയ കഥയാണ്. ഞാൻ ആക്ച്വലി ഓഡീഷന് ഇവരിങ്ങനെ പോസ്റ്റർ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ട് അങ്ങനെയാണ് ഞാൻ അയക്കുന്നത്. അങ്ങനെ കണ്ട് ഓഡീഷൻ എൻ്റെ അടുത്ത് വരാൻ പറഞ്ഞു. ഞാൻ വന്നു. അപ്പോൾ എൻ്റെ അടുത്ത് കയറുമ്പോൾ തന്നെ പറഞ്ഞു ഒരു ചെറിയൊരു സാധനത്തിലേക്കുള്ള റോളാണ്. ഓക്കെ ഫൈൻ. അങ്ങനെയല്ല, എനിക്ക് ക്യാരക്ടേഴ്സ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം മാത്രമേ ആ സമയത്തേ ഉള്ളൂ. വർക്കുകൾ ചെയ്യുക, കൂടുതൽ വർക്കുകൾ ചെയ്യുക, ആക്ടിങ് പാഷനേറ്റ് ആയിട്ടുള്ള അത് ആ രീതിയിൽ കാര്യങ്ങൾ ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇവർ കയറുമ്പോഴേ പറഞ്ഞിട്ട് ചെറിയൊരു സാധനമാണ്. അപ്പോൾ ഞാൻ ചെയ്തു. അവർക്കത് ഇഷ്ടമായി. അന്ന് വൈകുന്നേരം തന്നെ എന്നെ വിളിച്ച് പറഞ്ഞു ഓക്കെ എല്ലാം സെറ്റായി, എല്ലാം സെറ്റായി എന്ന രീതിയിലൊക്കെ പറഞ്ഞു. അപ്പോൾ ഷൂട്ട് തുടങ്ങുന്നതിന് അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഇന്ന ദിവസമായിരിക്കും ഷൂട്ട് വരണം. ഞാൻ പറഞ്ഞു ഓക്കെ ഫൈൻ. അപ്പോൾ അതനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ പ്ലാനൊക്കെ റെഡിയാക്കി. അപ്പോൾ ഒരു ദിവസം രാവിലെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് അബി എന്നെ വിളിച്ചിട്ട് പറയുന്നത് ബ്രോ ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടറിൽ ചെറിയൊരു മാറ്റം. അപ്പോൾ ഞാൻ വെച്ചാൽ ഇനിയിപ്പോൾ എങ്ങനെ ഇവരെന്നെ പറഞ്ഞു വിട്ടോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും അവർക്ക് ബെറ്റർ കിട്ടിയോ, ചാൻസ് പോയോ എന്നുള്ള ഒരു ഭയങ്കര ടെൻഷനായിരുന്നു. ഇല്ല ബ്രോ, കുറച്ചും കൂടെ വലിയൊരു ക്യാരക്ടർ തരാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ ഇതായി. ഓക്കെ, ലോട്ടറി ആണല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ആ രീതിയിൽ നേരെ സെറ്റിലേക്ക് വരികയാണ്. അപ്പോൾ ഇപ്പോൾ നേരത്തെ പറഞ്ഞ അമ്മു എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു എടാ നിൻ്റെ ക്യാരക്ടറിന് ചെയ്യാൻ വെച്ചിരുന്ന പയ്യൻ ട്രെയിൻ മാറി കയറി കണ്ണൂർ പോയി ഇറങ്ങി. നിന്റെ ഭാഗ്യം. അതെ, എൻ്റെ ഭാഗ്യമാണ്.
അതുകൊണ്ട് മാത്രം തിരക്ക് കൂടോത്രം ചെയ്തിട്ടുണ്ട്. ട്രെയിനൊക്കെ മാറി കണ്ണൂർ പോകാന്ന് പറഞ്ഞാല് വേറെ ഉണ്ടല്ലോ, ഇത് ഇറങ്ങുമ്പോ ഇവന് പ്രാക്ക് കിട്ടും. അവൻ അവിടെ ഇരുന്ന് ഓം അവൻ ക്രീം കാണുന്നില്ല. അത് മിക്കവാറും അവൻ ഇപ്പോഴും കണ്ണൂരായിരിക്കും. അവന്റെ റെസ്പോൺസ് വരുമ്പോ ഇനി അറിയാം അതെ. എന്താണ് താഴത്തെ സംഭവിച്ചത്. ഫസ്റ്റ് കമന്റ് മിക്കവാറും അവന്റെ ആയിരിക്കും. ഞാൻ വേറെ ഒന്നുമില്ല. ആ കണ്ണൂർ പോയ പയ്യനില്ല, അത് ഞാനാണ്. പേര് നോട്ട് ചെയ്ത് അമൽ ദർശാണ് കാര്യം. കറക്റ്റ് ഷൂട്ടിന്റെ ടൈം കറക്റ്റ് നമ്മൾ ലൊക്കേഷനിൽ എത്താറായി. പുള്ളിക്ക് സ്റ്റേ കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. തലേന്ന് നൈറ്റ് എത്തി എല്ലാം ഓക്കെ ആണെന്നാണ് ഞാൻ വിചാരിച്ചത്. ലാസ്റ്റ് രാവിലെ ഇങ്ങനെ ലൊക്കേഷനിൽ എത്താറായപ്പോൾ ഞാൻ വെറുതെ ഒന്ന് വിളിച്ചപ്പോൾ പുള്ളി ജസ്റ്റ് ഫോൺ എടുത്തിട്ട് ഒരു ചെറിയായിട്ടൊരു പ്രശ്നം. പുള്ളി എറണാകുളത്താണ്. ചെറുതായിട്ട് ട്രെയിൻ ഒന്ന് മാറി. ഞാനിപ്പോ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇങ്ങോട്ട് വരേണ്ട ആൾ അങ്ങോട്ട് പോയെന്നുള്ളതാണ്. അയ്യോ അങ്ങനെയാണ് പിന്നെ പെട്ടെന്ന് അഭിനന്ദ് കട്ടായി പോയി. ഇതൊക്കെ ഒരു ചലഞ്ചസ് ആണല്ലോ. പിന്നെ അത് കറക്റ്റ് ഷൂട്ടിന് ഒട്ടും ടൈമില്ല. അത് കുറച്ച് ടൈമുള്ളൂ. മോർണിംഗ് ലൈറ്റിൽ തന്നെ ഷൂട്ട് ചെയ്യണം. അപ്പൊ അങ്ങനെ ലൊക്കേഷൻ എത്താറായപ്പോഴാണ് ഇത് സംഭവം. പിന്നെ അവിടെ നിന്ന് വേറെ പല ഓഡീഷനിലുള്ള പലരെയും വിളിച്ചു നോക്കി. പിന്നെ വർക്കിംഗ് ഡേ ആണ്, പെട്ടെന്ന് ആർക്കും വരാൻ പറ്റില്ല. അങ്ങനെ ഒരുപാട് പേരെ വിളിച്ചിട്ടാണ് ഇപ്പോൾ ഗ്രൂപ്പിലുള്ള ഡിസ്കസ് ഒക്കെ ചെയ്തിട്ട് അമലിനെ വിളിച്ചു. ഭാഗ്യത്തിന് അമലിന് വർക്കിലായിരുന്നു, അമലിന് ഇറങ്ങാൻ പറ്റി. അങ്ങനെ അമലിന്റെ ഭാഗ്യം, അമലിന് ചെറിയൊരു റോളിന് വന്ന ജാടവല്ലോട്ടായിരുന്നു അത്. ആ റോള് ഇല്ല കിട്ടണ ചാൻസിൽ എന്തെങ്കിലും ചെയ്യാനുള്ള നോക്കുന്ന സമയത്ത് അമല് വർക്കിലായിരുന്നില്ല. അതെ, വർക്കിലായിരുന്നു. ആ സമയം ഓഫീസിലായിരുന്നു ആക്ച്വലി. അപ്പോൾ ആ സമയത്ത് അഭി വിളിച്ച സമയത്ത് ഞാൻ പറഞ്ഞു, ഓ പിന്നെന്താ ഞാൻ വരാം, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഈ ഒരു പരിപാടിക്ക് വേണ്ടിയിട്ട് ഞാൻ എന്താ പറയുക, മാക്സിമം അവരോട് കള്ളം പറയാൻ പറ്റുന്ന എത്ര മാക്സിമം കള്ളം പറഞ്ഞു. ഇനി വരുമ്പോഴത്തേക്കിനി എന്താ മാക്സിമം കള്ളം പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങാറുണ്ട് ഓരോ പരിപാടിക്ക് ഇറങ്ങാനായിട്ട്. അപ്പൊ ഞാൻ അഭിനന്ദനോട് ചോദിക്കണം എന്ന് വിചാരിച്ചു. ഇതൊരു ചലഞ്ചാണ്. അതുപോലെ തന്നെ ഇപ്പൊ ഈ ഷൂട്ട് നടന്ന സമയത്ത് മുഴുവനും എസ്പെഷ്യലി ഇതിപ്പോ ഇച്ചിരി ത്രില്ലർ ടൈപ്പും കുറച്ച് സീരിയസ് ആയിട്ട് പോകുന്ന ഒരു സാധനമാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഒരുപാട് ക്രൂഷ്യൽ സിറ്റുവേഷൻസും ചലഞ്ചിങ് സിറ്റുവേഷൻസും ഉണ്ടായിട്ടുണ്ടാവും. അതുപോലെ വേറെ ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ ഉണ്ടോ? സിറ്റുവേഷൻ ഒന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഷോർട്ട് ഷെഡ്യൂളിലാണ് ഇഷ്ടം പോലെ അല്ലേ പറയാൻ തുടങ്ങിയ കുറെ ഉണ്ട്. നമ്മൾ ഈ ചെറിയ ഷെഡ്യൂളിലാണ് ഷൂട്ട് ചെയ്തത്. പിന്നെ മൾട്ടിപ്പിൾ ലൊക്കേഷൻസ് ഉണ്ട്, 10-40ഓളം ആർട്ടിസ്റ്റുകളുണ്ട്. അപ്പോൾ ഈ എല്ലാ ആക്ടേഴ്സിനെയും അതുകൊണ്ട് തന്നെ നമ്മൾ ഏർലി മോർണിംഗ് തുടങ്ങും, ലേറ്റ് നൈറ്റ് വരെ ഷൂട്ട് കാണും. അപ്പോൾ ഈ കറക്റ്റ് ടൈമിൽ എല്ലാവരെയും എത്തിക്കുക എന്നുള്ളൊരു വലിയ ചലഞ്ചാണ്. ലേറ്റായിട്ട് പോകുന്നവർ പിറ്റേന്ന് രാവിലെ ഉണരുക, അവരെ പിക്ക് ചെയ്ത് എത്തിക്കുക, നമ്മൾ 6:30 ആ ടൈമിലൊക്കെ എത്തിക്കുക എന്നുള്ളത് വലിയൊരു പ്രഷറായിരുന്നു. ഇങ്ങനെ നൈറ്റ് വിളിച്ചുകൊണ്ടിരിക്കും, അലാറം ഇത് ഫോൺ ഓഫ് ആക്കാൻ മറക്കില്ല. ഇങ്ങനെ എല്ലാവരെയും ഫോളോ അപ്പ് ചെയ്യുന്നത് ഒരു ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ലൊക്കേഷൻസ് പല ലൊക്കേഷനിൽ എത്തിക്കണം. നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾക്കായിരിക്കും അഭിനന്ദനം വിളിച്ചും ഇതൊക്കെ പരിചയമുള്ളത്. കൊല്ലംകാരെ പേടിയെന്ന് പറഞ്ഞത് രാവിലെ അതല്ല, എപ്പോഴെങ്കിലും അഭിനന്ദ് ദേഷ്യപ്പെട്ടിട്ടുണ്ടോ? ഇല്ല ദേഷ്യപ്പെട്ടില്ല. അല്ല, എനിക്കത് ഞാൻ പറയണമെന്ന് വിചാരിച്ചൊരു കാര്യം. ഞാനിപ്പോ രാവിലെ വന്ന സമയത്താണെങ്കിലും ഞാൻ ഇവനോട് പറഞ്ഞു, ഇവന്റെ മുഖത്ത് ഭയങ്കര സീരിയസ് ഉണ്ടെങ്കിലും ഇപ്പൊ കോള് വിളിക്കുമ്പോൾ ഭയങ്കര കാം ആൻഡ് ക്വയറ്റ് ആയിട്ടാണ്. എവിടെയുണ്ട്, വരുന്നുണ്ടോ, അങ്ങനെയാണ് ചോദ്യമൊക്കെ. അപ്പൊ ഇതുവരെ ദേഷ്യപ്പെട്ടിട്ടില്ല? ഇല്ല. നിങ്ങൾ ആരെങ്കിലും ലേറ്റ് ആയി വന്നിട്ടുണ്ടോ? ഇല്ല. ഒരാൾ ഇപ്പൊ ഇന്ന് ലേറ്റ് ആയി വന്നിട്ടുണ്ട്. പക്ഷെ അതെ അല്ല, അഭിനന്ദന്റെ വേഷം കാണാൻ വേറെ ഒരു മോഡുണ്ട്. കണ്ടിട്ടില്ല എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ. അല്ല, ഇവിടെ രാവിലെയൊക്കെ വിളിക്കുമ്പോ നൈറ്റ് പറയും, ഈ രാവിലെ വിളിക്കല് ആകെ ഭയങ്കര പ്രശ്നമല്ലേ. കൊല്ലം ഞാൻ പത്തനാപുരാണ്. കൊല്ലം ജില്ല കൊല്ലം തന്നെയാണ്. അതെ, നമ്മുടെ ഗണേഷ് കുമാറിന്റെ സ്ഥലമല്ലേ? അതെ, ഗണേഷ് ഫസ്റ്റ് ട്രിവാൻഡ്രത്ത് എത്തിയപ്പോഴത്തേക്ക് ആദ്യമായിട്ട് വന്നിട്ട് ട്രിവാൻഡ്രത്ത് എത്തിയിട്ട് കോൾ വിളിച്ചപ്പം ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചില്ല, ഫുഡ് കഴിക്കാൻ കടവല്ലുണ്ട്. ഫുഡ് കഴിക്കാൻ അവിടെ കുറച്ച് മെയിനായിട്ടുള്ള നല്ല ഹോട്ടൽസ് ഉണ്ട്. ആസാദ് ഉച്ചയ്ക്ക് കഴിക്കാൻ എനിക്ക് KFC ഉണ്ടോ, അതായിരുന്നു ഫസ്റ്റ് ഇൻട്രോഡക്ഷൻ. ഫസ്റ്റ് ഇൻട്രോഡക്ഷൻ മനസ്സിലായി. പിന്നെ മനസ്സിലായി ആരാണ് എന്താണെന്നുള്ള കാര്യം മനസ്സിലായി. പിന്നെ അങ്ങനെ ബഡ്ജറ്റ് പോരാ. ഓക്കെ. ഇനി എനിക്ക് ഇതിൽ നിങ്ങളുടെ എല്ലാവരുടെയും റോളൊന്ന് ചെറിയ രീതിയിൽ, മുഴുവനായിട്ട് ചിലപ്പോൾ പറയാൻ പറ്റില്ലായിരിക്കും, എന്നാലും റോളുകളെ കുറിച്ചും ആ ക്യാരക്ടറിന്റെ പേരും ഒക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഞാൻ തന്നെ അല്ലേ? ഓക്കെ. അപ്പം എന്റെ ക്യാരക്ടറിന്റെ പേര് സൂരജ് എന്നാണ്. ഞാൻ ഈ IT കമ്പനി വർക്ക് ചെയ്യുന്ന ഒരു സുന്ദരനായ ഒരു റൊമാൻറ്റിക് ബോയ് ആണ്. അങ്ങനെയൊന്നും കഥയിലില്ല. ഒരു IT കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരു പയ്യൻ, ഒരു പാവം ഒരു കാമുകനാണ്. അല്ലാതെ ബാക്കി ഞാൻ പറഞ്ഞ ചിലപ്പം കഥ കംപ്ലീറ്റ് ആയി. കഥയെ പറ്റി പറയണ്ട. നമുക്കൊരു സുന്ദരനായ ഒരു റൊമാൻറ്റിക് ബോയ്. വീണ്ടും ഇടയ്ക്കിടയ്ക്ക് എടുത്ത് പറയണം, അല്ലെങ്കിൽ അത് സുന്ദരനാണ്. ഓക്കെ, സുലേഖ. എന്റെ ക്യാരക്ടറിന്റെ പേര് ബിന്ദു, കോൺസ്റ്റബിൾ ആണ്. ഈ കാണുന്ന പോലെ അല്ല, അതിനകത്ത് എന്നെ ഫുള്ള് എന്താ പറയാ ഡള്ളാക്കിയിട്ട് എന്റെ കളറൊക്കെ ബ്ലാക്ക് ആക്കി ഒരു നാടൻ എന്താ പാവം ഒരു പോലീസ്. അങ്ങനെയൊന്നുമില്ല, നമ്മളുള്ള മേക്കപ്പ് ഒന്ന് മാറ്റി മേക്കപ്പ് വന്നിട്ട് കഴുകി കളഞ്ഞു. അങ്ങനെയായിരുന്നു. എക്സാക്ട്ലി. ചെറുതായിട്ട് അതൊക്കെ ചെയ്തു. പിന്നെ ജയകൃഷ്ണന്റെ ഓഡീഷനെ പറ്റി പറയുകയാണെങ്കിൽ, ഓഡീഷന് എനിക്ക് തോന്നുന്നു ഓഡീഷനിലെ ഏറ്റവും ലാസ്റ്റ് കാസ്റ്റ് ചെയ്തത് ജയകൃഷ്ണനാണ്.
പുള്ളിക്കാരൻ വന്ന് പുള്ളിക്കാരൻ ഒരു സീൻ കൊടുത്തു, ഒരു ഇമോഷണൽ സീനാണ് കൊടുത്തത്. ഇമോഷണൽ സീൻ ഇമോഷണൽ സീൻ കൊടുത്ത് പുള്ളി ഒരു കരയുന്ന ഒരു സീനായിരുന്നു കൊടുത്തത്. പുള്ളി ആ റൂം ഫുള്ള് ഓടി വന്ന് കരഞ്ഞെന്ന്. ഏതൊക്കെ തറയിൽ നമ്മള് മതി ബ്രോ എന്ന് പറഞ്ഞ് നിർത്തത്തില്ല, തറയിൽ ഉരുണ്ട് കിടന്ന് കരയുന്നു, ശേവരിച്ചെന്ന് ചാരി നിന്ന് കരച്ചില്. ഓ കരച്ചിലോട് കരച്ചില്. ബ്രോ ഓക്കെയാണ് സെലക്ടഡ്, നിർത്തത്തില്ല. അത് സന്തോഷം കൊണ്ടാണ് കുറച്ച് ബാധ കർമ്മല. അല്ല അത് ഈ ചില ആക്ടേഴ്സ് പറഞ്ഞു കേട്ടിട്ടുണ്ട്, അതായത് ചില ക്യാരക്ടറിലേക്ക് കയറി കഴിയുമ്പോൾ ഇറങ്ങാൻ കുറച്ച് പാടാണ്. അതാണോ പറ്റിപ്പോയത്? ഗംഗയെ പോലെ ആയിരുന്നു തറയൊക്കെ തടപറ്റി ഓക്കെ എന്ന് പറഞ്ഞിട്ട് പയ്യെ എണീറ്റ് വരുന്നത്. ഞാനൊരു കോംപ്ലിമെന്റ് എടുക്കുന്നു. താങ്ക് യു. ഓക്കെ, അല്ല പക്ഷെ എന്നാലേ പോലീസ് ക്യാരക്ടർ ആണല്ലോ ചെയ്തത്. അപ്പം എപ്പോഴെങ്കിലും സ്റ്റേഷനിൽ പോവോ അല്ലെങ്കിൽ പോലീസുകാരുമായിട്ടുള്ള എന്തെങ്കിലും പിന്നെ കൊല്ലം പപ്പടം കേസ് നീ അല്ലായിരുന്നു? അയ്യോ ചേട്ടാ, ആ പപ്പടം പൊട്ടിച്ച് ശരിയാ. ഇനിയിപ്പോ ഇതെല്ലാം കഴിയുമ്പോ എനിക്കായിരിക്കും ഞങ്ങളുടെ കൊല്ലം എല്ലാരും പാവ ആൾക്കാരാണ്. നിങ്ങൾ വരണം, ഞങ്ങളുടെ സ്നേഹം നിങ്ങൾ അറിയണം. ഞങ്ങൾ നല്ല ഫുഡൊക്കെ ഉണ്ടാക്കി തരും. ഞങ്ങൾ നല്ല ആൾക്കാരാണ്. ലേസ് വാങ്ങിച്ചു തരാം. അപ്പൊ ഞാൻ പറഞ്ഞത് എപ്പോഴെങ്കിലും ലൈഫിൽ ഇല്ല കേറിയിട്ടില്ല. എങ്ങനെ ഈ റോളിലേക്ക് വരുമ്പോ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഫേസ് ചെയ്തായിരുന്നോ? ഇല്ല, എനിക്ക് വലുതായിട്ടൊന്നും ചെയ്യാനൊന്നും ഉണ്ടായില്ല. യൂണിഫോം അങ്ങനെ നിന്നാ മതിയായിരുന്നു. പുള്ളിക്കാരുടെ കൂടെ ത്രൂ ഔട്ട് ഉണ്ടായിരുന്നു. പുള്ളിക്കാരൻ എന്ന് പറഞ്ഞാൽ രാഹുൽ രാജഗോപാൽ ലീഡ് റോൾ ചെയ്തേക്കുന്നത്. അപ്പൊ ഫുള്ള് സ്ക്രീനിൽ കൂടെ ഉള്ള ആളാണ്. അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാകത്തോണ്ട് ഇങ്ങനെ പറയുന്നത്. വളരെ അതിന് ഒരുപാട് ലേയേഴ്സ് ഉള്ള ഒരു ക്യാരക്ടറാണ്. അല്ല പക്ഷെ എന്നാലും ഞാൻ ചോദിക്കാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് നോർമൽ പേഴ്സൺസ് നടക്കുന്ന പോലെയോ അല്ലെങ്കിൽ അങ്ങനെയൊന്നുമല്ലല്ലോ. ഒരു പോലീസുകാരനാകുമ്പോ അതിന്റെ ഒരു ആറ്റിറ്റ്യൂഡ് ഡിഫറൻസ് ഇതെല്ലാം ഭയങ്കരമായിട്ട്. ഞാനും അങ്ങനെ നടക്കണോണ്ട് എനിക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല. ഞാൻ ഭയങ്കര ആറ്റിറ്റ്യൂഡിലാണ് നടക്കാറുള്ളതാണോ? അപ്പൊ പുള്ളിക്കാരിയെ സെലക്ട് ചെയ്തതിൽ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇതുപോലെ എല്ലാം ഷൂട്ടിന്റെ കുറച്ച് തലേ ദിവസമാണ് പുള്ളിക്കാരെ ആദ്യമായിട്ട് ക്രൂ മെമ്പേഴ്സ് കാണുന്നത്. ഞാൻ പുള്ളിക്കാരെ സെലക്ട് ചെയ്തെന്ന് പറഞ്ഞാൽ പുള്ളിയുടെ മുമ്പത്തെ കുറച്ച് വർക്ക്സ്, അപ്പോൾ അതിലുള്ള കുറച്ച് സീൻസ് കണ്ടു. അപ്പോൾ ഇതിലുള്ള ഒരു പോർഷനൊക്കെ ഒരു വിധം ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ഇതിലാണ് പുള്ളിക്കാരെ വിളിച്ചത്. പക്ഷേ ഈ സെറ്റിൽ ഞാനും നേരിട്ട് കണ്ടിട്ടില്ല, നമ്മുടെ ക്രൂ മെമ്പേഴ്സും കണ്ടിട്ടില്ല. അന്ന് ഷൂട്ടിന്റെ തലേ ദിവസം വന്നു, അവരെ വിളിച്ചോണ്ട് വന്നു. ജസ്റ്റ് ഇങ്ങനെ റൂമിൽ കയറിയപ്പോഴത്തേക്ക് ഇവരെല്ലാവരും ഷോക്കായെന്ന് പറഞ്ഞാൽ ഇവള് നമ്മൾ അതിൽ കണ്ടോലെ ആകെ ഫുൾ മോഡേൺ ആയിട്ട് ഫുൾ സ്ട്രൈറ്റ് ഹെയർ കളറൊക്കെ ചെയ്ത് അങ്ങനെ വന്ന് എന്നെ ഇവരൊക്കെ ഡയറക്ടറും ടീമൊക്കെ എന്നെ ചെറിയുന്നു, കോൺസ്റ്റബിൾ തന്നെയാണോ? പിന്നെ ഞാൻ മോഡേൺ കോൺസ്റ്റബിൾ. പിന്നെ അപ്പോഴത്തേക്കും സമാധാനിപ്പിച്ചു വിട്ടു. പിന്നെ നമ്മുടെ മേക്കപ്പ് സായുത്താമ്മ ഇടക്കിടക്ക് പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പുള്ളിക്കാരി മേക്കപ്പ് ചെയ്തു. അപ്പൊ പുള്ളിക്കാരി വളരെ നല്ല രീതിയിൽ മേക്കപ്പ് ചെയ്തു. പറഞ്ഞ പോലെ മേക്കപ്പ് ഒക്കെ മാറ്റി ഒറിജിനൽ ലുക്കിലോട്ട് വന്നപ്പോഴത്തേക്ക് കറക്റ്റ് ആയിരുന്നു. ഒന്ന് കുളിപ്പിച്ചു. മേക്കപ്പ് ചെയ്യാൻ ഭീഷണിയാണ്. എന്റെ ലിപ്സ്റ്റിക്ക് മാറ്റാൻ പറ്റൂല. സ്റ്റേഷനിലെ പോലീസുകാർക്ക് ഫുള്ള് ലിപ്സ്റ്റിക്ക് വേണം, പല കളർ. അങ്ങനെ അല്ല പോലീസുകാരിയാണെങ്കിൽ അത് ചെയ്യാം, കുഴപ്പമുണ്ടോ? ലിപ് ബാം ഇട്ടോണ്ട് പ്രശ്നമില്ലല്ലോ. പിങ്ക് കളർ ലിംബാം കെട്ടിയൊക്കെ വെക്കണമല്ലോ. അതിനൊക്കെ പിന്നെ സാഹിത്യ ഒരുപാട് ബുദ്ധിമുട്ടി. 10 വരും ബേബി ഹെയർസ് വരൂലേ, ഓരോ മിനിറ്റ് വന്നിട്ട് അമ്മു ഇങ്ങനെ വാക്സ് തേച്ചോണ്ടേ ഇരിക്കായിരുന്നു. ഇനി ബ്രോയുടെ ക്യാരക്ടർ കുറച്ചൊക്കെ എനിക്ക് അറിയാം, ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അതിന്റെ സംഭവങ്ങൾ. അതെ അല്ല, ഞാൻ ആദ്യം ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടർ ഒരു കള്ളന്റെ ക്യാരക്ടറായിരുന്നു. രണ്ടാമത് എനിക്ക് ഭാഗ്യവശാൽ വന്ന ഒരു ക്യാരക്ടർ ജോൺ എന്നാണ് ക്യാരക്ടറിന്റെ പേര്. കണ്ണൂർക്കാരൻ. കണ്ണൂർക്കാരനാണോ അത്? മറ്റോ ഓക്കെ ജോൺ എന്നാണ് ക്യാരക്ടറിന്റെ പേര്. ഇതില് എന്താ പറയുക, കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതിന്റെ വൃത്തിയുണ്ടാവും. ഒരു സ്പെഷ്യലായിട്ട് അങ്ങനെ ഇരിക്കട്ടെ. ഒരു വില്ലൻ സെറ്റപ്പ് ഉള്ള ഒരു ക്യാരക്ടറാണ്, വില്ലൻ പശ്ചാത്തലമുള്ള ഒരു ക്യാരക്ടറാണ്. അപ്പൊ എന്തെങ്കിലും പ്രിപ്പറേഷൻ ഒക്കെ ഉണ്ടായിരുന്നോ? പ്രിപ്പറേഷനെ പറ്റി പറഞ്ഞില്ലേ, രാവിലെ വർക്ക് അതുകൊണ്ട് എനിക്ക് ഒന്നും ചെയ്യാനായിട്ട്. പിന്നെ അന്ന് ചെറിയ സീനായിരുന്നു, പിന്നെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുത്ത് ബാക്കി പുള്ളി കറക്റ്റ് ആ ക്യാരക്ടർ പിടിച്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ ബ്രോ. ഞാനിതില് നന്ദു എന്ന് പറഞ്ഞിട്ടൊരു ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത്. ഇതിലെ ഒരു IT കമ്പനിയിലെ ഒരു കൊടും ഭയങ്കരിയായ ഒരു CEO-യുടെ PA ആയിട്ടാണ് ഞാൻ അഭിനയിച്ചിരിക്കുന്നത്. വെറും വൃത്തിയിട്ട ഒരു CEO, സത്യം ഏറ്റവും വൃത്തിയിട്ട ഒരു ക്യാരക്ടർ. ഭയങ്കര സ്ട്രിക്റ്റ്, കൂടെ നടത്തിക്കൊണ്ട് തന്നെ വന്നിട്ട് ചായ എടുത്ത് മുഖത്ത് എറിയും. അങ്ങനത്തെ വൻ ഷോ ഒരാള്. അങ്ങനെയുള്ള ഒരാളുടെ PA ആയിട്ടുള്ള ഒരു റോളാണ്. അതെ. അപ്പൊ ഈ പറഞ്ഞ ഈ ആളല്ലേ? അതെ, വേണമെങ്കിൽ തുപ്പി കാണിക്കാന്നാണോ? വേണ്ട. ഓക്കെ, ക്യാരക്ടറിനെ പറ്റി
അപ്പോ ഞാൻ എന്നെ പോലെ തന്നെ ഉള്ളൊരു ക്യാരക്ടറാണ്. ഞാൻ ജീവിക്കുകയായിരുന്നു. എനിക്ക് അധികം അഭിനയിക്കേണ്ടി വന്നില്ല. ക്രൂവൽ ഫേസ് ആണ്. അതെ അതെ. അപ്പൊ അത് തന്നെയായിരിക്കും വൺ ഓഫ് ദ റീസൺ. ചിരിക്കുന്നില്ലെങ്കിൽ സീനാണ് ഇങ്ങനെയാണ്. അതെ. അത് തന്നെയാണ് വൺ ഓഫ് ദ റീസൺ. എനിക്ക് തോന്നുന്നു ഇവർ ഈ ഒരു പെർട്ടിക്കുലർ ക്യാരക്ടറിനെ തന്നെ കാസ്റ്റ് ചെയ്തതിന്റെ റീസൺ അതാണെന്നാ തോന്നുന്നത്. ക്രൂവൽ ഫേസ് ആണ്. അതെ, നമ്മളൊരു ഫോട്ടോ കാണിക്കുന്നത്. അപ്പൊ ഫോട്ടോ കാണുമ്പോഴേ മനസ്സിലാവും ആള് കലിപ്പാണ്, സീനാണ്. സോ ബേസിക്കലി അങ്ങനെ കുറച്ച് ഷാർപ്പ് ഫീച്ചേഴ്സ് ഉള്ളത് കൊണ്ട് എന്തോ എനിക്ക് ആ ഒരു ക്രൂവൽ സാധനങ്ങളാണ് കൂടുതൽ വരുന്നത്. അറിയില്ല, പക്ഷെ എനിക്ക് ആ ഒരു പാറ്റേൺ ഒന്ന് ബ്രേക്ക് ചെയ്യണം എന്നുണ്ട്. പക്ഷെ മെലിയ മേഡം പാവമാണ് കേട്ടോ. നീ ഇതുവരെ ക്യാരക്ടർ ഞാൻ നല്ല നിൽക്കുമ്പോ എന്ന് പറയുന്നു, ഇങ്ങനെയൊക്കെ. എന്തെങ്കിലും വേറെ പ്രിപ്പറേഷൻസോ കാര്യങ്ങളോ ഒക്കെ ഇതിന് വേണ്ടിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു? പ്രിപ്പറേഷൻസ് അങ്ങനെ എനിക്ക് ഒരുപാട് അങ്ങനെ പ്രിപ്പയർ ചെയ്ത് ചെയ്യേണ്ടതായിട്ട് വന്നില്ല. പക്ഷെ ഇതില് ഞാൻ അതും ഈ പറയുന്ന പോലെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം അതിന്റെ ഒരു സാധനം പുറത്ത് വന്നു. സോ അതുകൊണ്ട് എനിക്ക് അത് റിവീൽ ചെയ്യാൻ താല്പര്യമില്ല. എന്നാലും മെന്റലി കുറച്ച് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ചോദിച്ചത് നമ്മളിപ്പോ ഈ ഒരു ലീഡ് ഒരു റോളും കൂടെ ആണല്ലോ. അതും പോരാണ്ട് ഇപ്പൊ ഒരു IT കമ്പനിയിലേക്ക് ഒരു നല്ല പൊസിഷനിൽ നിൽക്കുന്ന ഒരാളെന്ന് പറയുമ്പോൾ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കും, ഒരുപാട് പ്രിപ്പയർ ചെയ്യണം. CEO അപ്പം അതിന്റെ ഒരു ബോഡി ലാംഗ്വേജും പിന്നെ ആ ഒരു ആറ്റിറ്റ്യൂഡ് കീപ്പ് ചെയ്ത് കൊണ്ടുപോകാന്ന് വെച്ചാൽ എവിടെയെങ്കിലും ഒരു പൊടിക്ക് ആ സംഭവം വിട്ട് കഴിഞ്ഞാൽ ക്യാരക്ടറിൽ നിന്ന് പുറത്തു വന്നു പോകും. ലൈക്ക് ഞാൻ അല്ലാത്ത സമയത്ത് ആ സെറ്റിൽ ഭയങ്കര ഫണ്ണാണെങ്കിലും അത് മൊമെന്റ് വെൻ ആ ആക്ഷൻ വിളിക്കുന്ന സമയത്ത് ഞാൻ ആ ഒരു ക്യാരക്ടർ അങ്ങനെ അതങ്ങനെ കീപ്പപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ ശ്രമിക്കും. ഞാൻ തള്ളുന്നതല്ല ഗൈസ്, ആക്ടിന്റെ കാര്യമൊക്കെ പറഞ്ഞ കറക്റ്റ് ആണ്. പക്ഷെ ഈ ലൊക്കേഷനിൽ ഫണ്ണാണെന്ന് സ്വയമായിട്ടൊക്കെ പറയാണ്. വല്ല ഗുഡ്ഡയുടെ ബിസ്ക്കറ്റ് മഞ്ച് സൈഡിൽ ഇരുന്ന് കഴിച്ചിരിക്കും. നമ്മൾ ആരും മൈൻഡ് പോലും ചെയ്യൂല, വേണോന്ന് പോലും ചോദിക്കൂല. നല്ല വിഷമമുണ്ട്. ഞാൻ ഇതിന്റെ BTS ഈ വർക്ക് റിലീസ് ചെയ്തതിന് ശേഷം ഇറക്കുന്നതായിരിക്കും. അപ്പൊ നിങ്ങക്ക് മനസ്സിലാവും എന്തായിരുന്നു എന്തൊക്കെയായിരുന്നു ഞാൻ മനസ്സിലാവും. ഞാൻ ഭയങ്കര ഫണ്ണായിരുന്നു, വെരി ഫൺ ഗൈസ്. അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് 2024 മലയാള സിനിമയ്ക്ക് ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഒരു വർഷമാണ്. കാരണം അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരുപാട് എക്സ്പെക്ടേഷൻ ആണ് 2025 വരുമ്പോൾ. അപ്പോൾ നിങ്ങൾക്കും സ്വാഭാവികമായിട്ടും 2025 ഇപ്പൊ നിങ്ങളുടെ ഇത് റിലീസ് ആവാനായിട്ട് വരികയാണ്. അപ്പോൾ എന്താണ് നിങ്ങളുടെ ഒരു എക്സ്പെക്ടേഷൻ? മൊത്തത്തിൽ നല്ലതാണോ? ഒരാളുടെ ഒരു ലോഡ് റിലീസാണ് വരുന്നത് 2025. എത്ര റിലീസുകൾ പറയടാ, കേക്കട്ടെ, അതിനെ കുറിച്ചൊക്കെ കേക്കട്ടെ. ഞാൻ ചോദിക്കണം എന്ന് വിചാരിച്ചാണ്. എങ്ങനെയുണ്ടായിരുന്നു സൗബിനുമായിട്ടൊക്കെ ഉണ്ടായിരുന്ന ഒരു സീൻസ്? അടിപൊളിയായിരുന്നു. പാതിരാത്രി എന്ന് പറഞ്ഞൊരു പടം ചെയ്തു. അത് കഴിഞ്ഞിപ്പം മാർച്ചിൽ എന്തെങ്കിലും റിലീസാവും. അത്യാവശ്യം കുറച്ച് സീൻസ് കോമ്പിനേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഇരിക്കുന്നേ ഉള്ളൂ, ആള് വേറെ റേഞ്ച് ആണെന്നൊക്കെ. ചെറുത് ഇതൊക്കെ എന്നാലും ആ ഒരു സെറ്റിലുള്ള ഒരു ഭയങ്കര എക്സ്പീരിയൻസ്. ഞാൻ പേടിച്ചാണ് നിന്നത് സത്യം. ഒന്നാമത്തെ കാര്യം പുള്ളി വന്ന് നിൽക്കും, കാര്യം പറഞ്ഞു തുടങ്ങും ചെയ്യും. പക്ഷെ ഞാൻ എന്നെ ചേസ് ചെയ്ത് ഞാൻ വന്ന് വീഴുന്നതൊക്കെ ഒരു സീനുണ്ട്. അപ്പോൾ ആ സീനിൽ എൻ്റെ കാല് ഇവിടെ ഇപ്പോഴും പാടുണ്ട്. ഇവിടെ ഇങ്ങനെ മറ്റേ തേയിലത്തോട്ടത്തിൻ്റെ ഇടയിൽ കൂടെ ഓടുന്ന ഒരു സീനാണ്. അപ്പം വന്ന് വീണ് എൻ്റെ കാലിങ്ങനെ സ്ക്രാച്ചായി. ആ ഷോട്ട് അത് തന്നെയാണ് ഫൈനൽ ടേക്ക് എടുത്തതെന്ന് തോന്നുന്നു. ആ സ്പോട്ട് എഡിറ്റിൽ ഞാൻ കണ്ടപ്പോൾ ആ ടേക്ക് തന്നെയാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ കാല് ഇത്ര ഇങ്ങനെ സ്ക്രാച്ചായി. പുള്ളിയാണ് വന്ന് എനിക്ക് ക്ലീൻ ഒക്കെ ചെയ്ത്. ഞാൻ കേട്ടിട്ടുണ്ട് സൗബിൻ സ്ക്രീനിൽ കാണുന്ന പോലെ അല്ല, കുറച്ച് സീരിയസ് ആണോ? അല്ലല്ല, ഒരിക്കലും അല്ല. പുള്ളി ഫണ്ണാണ്. നമ്മുടെ ഫണ്ണാണ് ആള്. അല്ല, പുള്ളി നൈസായിരുന്നു, വേറെ ഒരു കുഴപ്പമില്ല. അപ്പൊ ഇങ്ങനെ ചെയ്യടാ, അങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക, അങ്ങനെയൊക്കെ ഉള്ള കുറെ ഇൻപുട്സും കാര്യങ്ങളൊക്കെ തരുമായിരുന്നു. അങ്ങനെ അത് ഇനിയിപ്പോ റിലീസ് ഉണ്ട്. അത്രയൊക്കെ ഉള്ളൂ. അല്ല, ഷോർട്ട് ഫിലിംസ് ഉണ്ട്, ഒരു മ്യൂസിക് വീഡിയോ ഉണ്ട്. ഹരിശങ്കർ പാടിയ ഒരു മ്യൂസിക് വീഡിയോയിൽ ഒരു ചെറിയ പരിപാടി ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ ഒരു ഫ്രണ്ടാണ് ഡയറക്റ്റ് ചെയ്ത KK എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പുള്ളിയുടെ ഒരു വർക്ക് വരുന്നുണ്ട്, അതിലൊരു ചെറിയ പരിപാടി. അതിലെ ലീഡ് ആർട്ടിസ്റ്റും ആണ് ഇതായിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അത് റിലീസുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ തന്നെ ഫ്രണ്ട് ഡയറക്ട് ചെയ്ത ഒരു ഷോർട്ട് ഫിലിം ഉണ്ട്. അത് അത്യാവശ്യം ഒരു നല്ല പരിപാടി. 25 നിനക്ക് ഇനി സമയമുണ്ടോ? അപ്പോ ഇനി ഒരു 5-6 പ്രോജക്റ്റ് അല്ല, അതൊക്കെ കഴിഞ്ഞ വർഷം കഴിഞ്ഞതിന്റെ റിലീസുകളാണ് ഇനിയുള്ളത്. പിന്നെ കാണുന്ന അടയാളം എല്ലാം നമ്മുടെ അടയാളത്തിലെ ലിറിക്സും അസോസിയേറ്റ് എഡിറ്ററും ശ്രീജിത്ത് തന്നെയാണ്. പക്ഷെ കൊള്ളായിരുന്നു കേട്ടോ. ഞാൻ കുറച്ച് മുമ്പ് കേട്ടപ്പോഴാണ് ഞാൻ എന്നോട് പറഞ്ഞൊരു കേസുണ്ട്. നിങ്ങൾ ഈ ഇത് കാണുമ്പോഴായിരിക്കും നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാവുക. ഇവനെ സ്ക്രീനിൽ കാണുമ്പോൾ ഭയങ്കര ഒരു പ്രസൻസ് ആണ്. ഞാൻ നേരിട്ട് കണ്ട് കുറെ കാലമായിട്ട് കണ്ടിട്ടുള്ളത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ എന്നാലും സ്ക്രീനിൽ കാണുമ്പോൾ വല്ലാത്തൊരു ഒരു നല്ല സ്ക്രീൻ പ്രസൻസ് ഒക്കെ ഉള്ള ഒരു ആക്ടറാണ്. ബ്രോയുടെ 25 എന്തൊക്കെയാണ് പരിപാടീസ് ഒക്കെ? ഇല്ല, എൻ്റെ ഒരു സിനിമ, ഞാൻ മുറ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ചെറിയൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് റിലീസായി. ഇപ്പോൾ ഇനി ഞാൻ നോക്കുന്നത് അടയാളം.
ആണ്. ബാക്കി യെസ് അതെ. മുറിയൽ എക്സ്പീരിയൻസ് ഇപ്പോൾ ചോദ്യം മാറി ആള് മാറിയല്ലേ, ചോദ്യം മൊത്തത്തിൽ മാറി. അതെ ഇല്ല, മുറിയയുടെ സെറ്റും ഞാൻ 15 ദിവസം അഭിനയം സെറ്റിലുണ്ടായിരുന്നു. 2 ഷെഡ്യൂളാണ് എനിക്ക്, ട്രിവാൻഡ്രത്തും ബാംഗ്ലൂരൊക്കെ ആയിട്ടായിരുന്നു. അപ്പോൾ അതിലും വില്ലൻ ക്യാരക്ടറാണോ? അതിലും ഏറെക്കുറെ ഒരു വില്ലൻ ക്യാരക്ടറാണ് സംഭവം. അതിൽ 2 ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അത് സെറ്റിൽ ആക്ച്വലി എന്താ പറയുക, ഒരു ആദ്യമായിട്ട് സിനിമയിൽ അഭിനയിക്കാൻ പോയി. അപ്പോൾ മൊത്തത്തിൽ ആ ഒരു ഭയങ്കര എനർജി ആയിരുന്നു എനിക്ക്, ആവേശം മൊത്തത്തിൽ ഒരു സുഖമുള്ളൊരു പരിപാടിയാണെന്ന രീതിയിൽ. പിന്നെ ഇതിലേക്ക് വന്നപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? ആവേശം കുറഞ്ഞോ കൂടിയോ? ഇല്ല ഈ ഒരു പരിപാടിയിൽ മൊത്തത്തിൽ എൻ്റെ ആവേശം അങ്ങനെ കുറയാറില്ല. അതിങ്ങനെ ഓരോ വർക്ക് കഴിയും, അത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഇങ്ങനെ കയറി പോവുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കാരണം വേറെ എന്ത് ചെയ്താലും എനിക്കൊരു സംതൃപ്തി വരാറില്ല. ഈ ഒരു പരിപാടി ചെയ്യുമ്പോഴത്തേക്കും എല്ലാം കൊണ്ടും ഒരു അല്ലല്ല, അത് നല്ല പാഷനേറ്റ് ആണ് അമല്. കാര്യം നമ്മൾ ഓഫീസ് സീൻ ഷൂട്ട് ചെയ്യാൻ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. നമ്മൾ രാത്രിയാണ് കാറിലെ സീൻ എടുത്തത്, അന്ന് രാവിലെ തൊട്ട് ഉണ്ടായിരുന്ന ആള്. അതൊക്കെ ഡെഡിക്കേഷൻ. അതെ, പിന്നെ ഞാനും എപ്പോഴും കേട്ടിട്ടുള്ള ഒരു സാധനമാണ്, നമുക്ക് ഇഷ്ടമുള്ളൊരു സാധനമാണെന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര വേണമെങ്കിലും ചെയ്തോളുന്നതാണ്. അപ്പൊ ആ എനർജി ഒക്കെ തന്നെ വരും, അത് ഓട്ടോമാറ്റിക് ആയിട്ട് വരും. നമ്മൾ അറിയാമല്ലോ അതിന്റെ ഒരു ഉള്ളിക്കുള്ള ഇറുക്ക് അത് തന്നെ വരും എന്നുള്ളതാണ്. ഓക്കെ ഗായത്രി, അപ്പൊ ഗായത്രിയുടെ 25-ലേക്കുള്ള പ്ലാൻസും കാര്യങ്ങളൊക്കെ ഇപ്പൊ തന്നെ ഏകദേശം പകുതി പറഞ്ഞു. ഞാൻ ഇപ്പം 24 ലൈക്ക് ഒരു ഡിസംബർ ഒക്കെ ആയ സമയത്ത് ആ ടൈമിൽ ഷൂട്ട് ലൈക്ക് കംപ്ലീറ്റ്ലി കഴിഞ്ഞൊരു പടം. ടൈറ്റിൽ റിവീൽ ആക്കിയിട്ടില്ല. നമ്മുടെ മാത്യു തോമസും ജഗദീഷ് ചേട്ടനും ഒക്കെ ചെയ്യുന്ന മണിക്കുട്ടൻ്റെ ഒരു വൈഫ് ക്യാരക്ടർ ഒരു സംഭവം ചെയ്തിട്ടുണ്ട്. അപ്പം അത് ഹോപ്പ്ഫുള്ളി ഏപ്രിൽ മെയ് ഒക്കെ ആവുമ്പോൾ റിലീസ് ഉണ്ടാവും. അപ്പോൾ അത് ആണ് ഞാൻ കഴിഞ്ഞ വർഷം ഇറങ്ങിയ ഒരു ഫിലിമിലെ മെയിൻ ലീഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതും അത്യാവശ്യം നല്ലൊരു സ്പേസ് ഉള്ള ഒരു സംഭവമാണ്. ഇപ്പൊ സീരിയലും ഇടയ്ക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏത് സീരിയലായിരുന്നു? ഇല്ല, അത് ഞാൻ വെളിപ്പെടുത്തുന്നില്ല. അല്ല, പക്ഷെ ഞങ്ങൾക്ക് അറിയണം. നീ പോയിന്റ് പ്രേക്ഷകർക്ക് അറിയണം പ്ലീസ്. ഗായത്രി മാരിയുടെ ഫാൻസ് ആ സീരിയൽ പോയി കാണണം. സീരിയലിന്റെ പേര് മാത്രം പറഞ്ഞാൽ മതി. പേരടിച്ചിട്ട് ബാക്കിയുള്ളവരെ കണ്ടുപിടിച്ചോളൂല്ലോ പ്ലീസ്. നമ്മൾ ഫാൻസിന് അറിയാം. ഇല്ല, ഞാൻ ആക്ച്വലി സ്പീക്കിംഗ് സീരിയലിൽ നിന്നും ഒരു ബ്രേക്ക് എടുത്തു. ഞാനൊരു 2-3 കൊല്ലമായിട്ട് കണ്ടിന്യൂസ്ലി ഒരു വില്ലത്തി ക്യാരക്ടർ ചെയ്ത് വരികയായിരുന്നു. സൂര്യ ടിവിയിൽ 9 മണിക്ക് ടെലികാസ്റ്റ് ചെയ്തിരുന്ന കളിവീട് എന്ന് പറയുന്ന ഒരു സീരിയലായിരുന്നു. ഇത് കാണുന്ന ഏതെങ്കിലും ഡയറക്ടർമാരുണ്ടെങ്കിൽ ഒരു റൊമാൻറ്റിക് സീൻ അങ്ങനെയൊന്നുമല്ല, റൊമാൻസ് ഒക്കെ ഞാൻ ചെയ്യും. ഒരുപാട് റൊമാൻസും പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അപ്പൊ മുഖം ഇങ്ങനെയല്ലായിരുന്നു. റൊമാൻസ് ചെയ്തു പറഞ്ഞു, വില്ലൻ ആയിട്ടുള്ള ക്യാരക്ടേഴ്സും ചെയ്യുന്നുണ്ട്. ഏതാണ് കുറച്ചും കൂടി ഈസി ആയിട്ടുള്ളത്? എനിക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലാത്തത് വില്ലനിലാണ്. ടു ബി ഫ്രാങ്ക്, ഇപ്പൊ ഏതെങ്കിലും ഇപ്പൊ ഒരു വർക്ക് പോകുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ ലൈൻസ് ബൈഹാർട്ട് ചെയ്യുക എന്നുള്ള ഒരു കാര്യം മാത്രമേ നമുക്ക് വില്ലൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ചിലർക്ക് വില്ലത്തരം കൊണ്ടുവന്ന് ചെയ്യേണ്ടതായിട്ട് വരും. എനിക്ക് എന്തോ അതെനിക്ക് അറിയില്ല. അതൊരു പ്രസൻസ്, ഒരു സ്ക്രീൻ പ്രസൻസ് അവർ പറയുന്നുണ്ട് കാണുമ്പോ സംഭവം ഉണ്ട്. ബ്രോ പറഞ്ഞു കഴിഞ്ഞപ്പോഴേ അപ്പോഴാണ് ഞാൻ ശരിക്കും സൈഡിൽ നിന്ന് ഇങ്ങനെ ശ്രദ്ധിച്ചു തുടങ്ങിയത്. ഫസ്റ്റ് ടൈം ഞാൻ കാണുമ്പോഴത്തേക്കും ഞാൻ ആൾക്കാരെ സോഷ്യലൈസ് ചെയ്ത് എല്ലായിടത്തും കമ്പനി എടുത്തപ്പോ ഗായത്രി വന്നു. സോഫയിൽ ഇങ്ങനെ ഇരുന്നിട്ട് ആരോടും ചായ കുടിച്ചിങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ എനിക്ക് അപ്രോച്ച് ചെയ്യാൻ ഒരു പേടി, കാരണം മുഖം കണ്ടിട്ട്. പിന്നെ നമ്മൾ എന്താ സംസാരിച്ചപ്പോ ആള് ആക്ച്വലി ഭയങ്കര പാവമാണ് കേട്ടോ, ഭയങ്കര പാവമാണ്. ചില ആൾക്കാരെ അപ്രോച്ചബിലിറ്റി ഫാക്ടർ ചിരിച്ചില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര ഡാർക്ക് വ്യക്തിയാണെന്ന് നമ്മൾ വിചാരിക്കത്തുള്ളൂ. ഈ പറഞ്ഞ ആളാണ് സെറ്റ് ഫുൾ ഫണ്ണായിരുന്നു. ഞാൻ പറഞ്ഞതുപോലെ BTS ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. 2025 പരിപാടി ഐ തിങ്ക് എനിക്ക് 2025 ബിഗിനിങ്ങിൽ ഐ ആക്ച്വലി ഡിഡ് എ ആഡ് ഫോർ എ നാഷണൽ ബ്രാൻഡ്. ഞാൻ അറിയാതെ സിദ്ധാർത്ഥ മേനോൻ പറയും ചെയ്തു, ഇനി അത് ഒരിക്കലും ഇറങ്ങുമെന്ന് തോന്നല്ല. അയ്യോ അല്ല, അത് വഴി പോയി. പിന്നെ ഇനി അടയാളമാണ് ഞാൻ നോക്കുന്നത്. അതിനുശേഷം മേ ബി ഒരു 2 or 3 months ശേഷം നമ്മൾ ക്രൂ അല്ലാതെ വേറൊരു വെബ് സീരീസ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പം ഇത് 3 ആസ് ഓഫ് നൗ 2025 ഞാൻ ഇങ്ങനെ നോക്കി നിൽക്കുന്നത്. ഭാഗ്യം അനുസരിച്ച് നോക്കാം എന്താണ് വരുന്നതെന്നുള്ളത്. ഞാൻ എൻ്റെ കരിയർ കൗൺസിലിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഒരുപാട് ക്ലയൻസും കാര്യങ്ങളുണ്ട്. അപ്പം ക്ലാസ് ഒക്കെ ഇപ്പൊ ഓൺലൈൻ ആയിട്ടാണ് ചെയ്യുന്നത്. കേരള സ്പീച്ച് ഫൗണ്ടേഷനിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അവിടുത്തെ
ക്ലയൻസ് ടൈമിൽ നമ്മൾ പോയിട്ട് ചെയ്യും. ഞാനും ഒരു MSW കാരനാണ്, അപ്പൊ ഞാൻ കുറച്ചൊക്കെ ഇതിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, അപ്പൊ എനിക്കറിയാം. പക്ഷെ സീരിയസ് സിറ്റുവേഷൻ ഞാനൊരു ഇതിന് വേണ്ടി അറിയാൻ വേണ്ടി ചോദിക്കാം. സീരിയസ് സിറ്റുവേഷൻ, കാരണം ബ്രോനെ കണ്ടിട്ട് ഫുൾ ഫൺ എന്നുള്ളൊരു മൂഡും ഉണ്ട്, അതുകൊണ്ട് ചോദിച്ചാൽ. സീരിയസ് സിറ്റുവേഷൻസിൽ ആൾക്കാർ ചിലപ്പോൾ വന്നിട്ട് ഭയങ്കര വിഷമങ്ങളൊക്കെ പറയുന്ന സീൻസ് ഒക്കെ ഉണ്ടാവില്ല, ലൈഫിൽ ഉണ്ടായിട്ടുണ്ടാവണം. അതിനെങ്ങനെ മാനേജ് കൂടെ ഇരുന്ന് കരയും. അപ്പൊ അവർക്ക് ഒരു കമ്പനി ആവുമല്ലോ. ഇല്ല, ഇപ്പൊ അങ്ങനെ കരയത്തൊന്നുമില്ല. പക്ഷെ അവര് പോയി അല്ല എമ്പതി നല്ലതാണ് കേട്ടോ. അല്ലല്ലോ എമ്പതി വേണം, നമ്മൾ എമ്പത്തറ്റിക് ആണെങ്കിൽ മാത്രമേ നമുക്ക് അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നീ സപ്പോർട്ട് ചെയ്യില്ലേ കൂടെ ഞങ്ങള് ജനറൽ ഹോസ്പിറ്റലിൽ ട്രിവാൻഡ്രത്തായിരുന്നു ഇന്റേൺഷിപ്പ് ചെയ്തത്. അപ്പൊ നമ്മള് ഫസ്റ്റ് അല്ലേ, നമുക്ക് കേൾക്കുമ്പോ ഞാൻ ഭയങ്കര സെൻസിറ്റീവ് ആക്ച്വലി. ഇത് കേട്ടിട്ട് ഞങ്ങളുടെ ഫ്രണ്ട്സ് കൂടി ഇരുന്ന് രാത്രി ബീച്ചിൽ പോയിട്ട് കരഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞാനിരുന്ന് കരയും. ഇല്ല, അപ്പൊ നമുക്ക് അവരുടെ മുമ്പില് കാണിക്കാൻ പറ്റൂലല്ലോ, കാണിക്കരുത്. അങ്ങനെ രാത്രി ഒക്കെ ഇരുന്ന് കരയും. അപ്പൊ അമ്മ ഒക്കെ പറഞ്ഞു, നിന്നെ സൈക്കോളജി പഠിപ്പിക്കാൻ വിട്ടാണ് ഞങ്ങൾ ചെയ്ത ഏറ്റവും വലിയ ഇത്. മനുഷ്യർക്ക് ഇപ്പൊ വീട്ടിൽ മിണ്ടാൻ പറ്റത്തില്ല, എടുക്കാൻ പറ്റത്തില്ല, ഭയങ്കര സൈലന്റ് ആയിപ്പോയി, ദേഷ്യപ്പെടൂല, അങ്ങനെ ആയിപ്പോയി. വീട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിലും പറയും ഇതൊക്കെ മെന്റൽ ഇഷ്യൂസിന്റെ പ്രോബ്ലം ആണ്, എന്തെങ്കിലും ഒരു ഇഷ്യൂ വരുമ്പോ അങ്ങനൊന്നും പറയാൻ ലൊക്കേഷനിൽ ആരോ ചെറിയ റോളാണെന്ന് എന്തോ കളിക്കാൻ പറഞ്ഞു. അതിനിടയ്ക്ക് ഞാൻ അങ്ങനെയൊന്നും അങ്ങനെ പെട്ടെന്നൊന്നും പറഞ്ഞിട്ട് കരഞ്ഞതല്ല. നമുക്ക് ലൈവായിട്ട് കാണാൻ പറ്റും എന്താണെന്നുള്ളത് ക്യാരക്ടർ. ഞാൻ പെട്ടെന്ന് കയറേണ ആളാണ്. പെട്ടെന്ന് ചെറിയ കാര്യം മതി സന്തോഷിക്കാൻ, ചെറിയ കാര്യം മതി വിഷമിക്കാൻ. പക്ഷേ ഇത് മറ്റേ മമ്മൂട്ടി കഥ പറയുമ്പോൾ പറഞ്ഞ ഡയലോഗ് അല്ലേ? മമ്മൂട്ടി കഥ പറയുമ്പോൾ പറഞ്ഞ അതേ ഡയലോഗാണ്. ചെറിയ കാര്യത്തിൽ സന്തോഷിക്കാൻ ചെറിയ പ്രലോഭനം. ഇപ്പൊ ആരെങ്കിലും കയറി അടിക്കും, ഇന്നൊരു അക്ഷരം പിന്നെ അടിക്കും, ആരെങ്കിലും ഒക്കെ അടിക്കും. നിന്റെ 2025 പ്ലാൻസും കാര്യങ്ങളും ഒക്കെ? എന്റെ 2025 പ്ലാൻ മെയിൻ റിലീസ് ഫസ്റ്റ് ആയിട്ട് AD ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു വർക്ക് ഇതാണ്. പിന്നെ നമ്മുടെ ഈ ക്രൂവിന്റെ തന്നെ കുറച്ച് വർക്ക്സ് പ്രീ പ്രൊഡക്ഷൻ പോലെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ഓണാക്കണം. അതൊക്കെ തന്നെയാണ് പ്ലാൻ. എന്താ നിങ്ങളുടെ എല്ലാവരും, ഞാനൊരു ഇതായിട്ട് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഇപ്പോൾ ഈ ന്യൂ ഇയർ വരുമ്പോൾ സ്ഥിരമായിട്ട് കേട്ട് നമുക്ക് മടുത്തുള്ളൊരു സാധനം ഈ റെസൊല്യൂഷൻ സംഭവങ്ങളൊക്കെ ഉള്ളത്. എന്നാലും ചോദിക്കുന്നു, എന്താണ് ഒരു എവിടെയെങ്കിലും എത്തിപ്പെടണം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മനസ്സിനുള്ളിൽ വെക്കുമല്ലോ. അപ്പം എനിക്ക് പോഡ്കാസ്റ്റിംഗ് ആണ്, ഞാനൊരു പോഡ്കാസ്റ്ററാണ്. സോ അപ്പോൾ അതൊക്കെയാണ് എൻ്റെ മനസ്സിൽ കിടക്കുന്ന ഒരു സാധനം. അപ്പം എന്താണ് നിങ്ങളുടെ ഒരു ലക്ഷ്യം? ഒബ്വിയസ്ലി സിനിമ അല്ലേ? ഇവൻ എന്ത് പറഞ്ഞാലും ആ ഒരു മാത്രമേ ഉള്ളൂ. ഉദ്ദേശമല്ല, ലക്ഷ്യം. ഐ മീൻ പുള്ളി ചോദിച്ചത് എവിടെ എത്തിപ്പെടണം, അല്ലെങ്കിൽ എത്തരത്തിൽ അറിയപ്പെടണം, അല്ലെങ്കിൽ ഇൻ ദ ലോങ് റൺ എനിക്ക് അല്ല അത് കഴിഞ്ഞു കട്ട്. അല്ല, ഇൻ ദ ലോങ് റൺ ഐ വാണ്ട് ബി ലൈക്ക് ഒരു മികച്ചൊരു ആർട്ടിസ്റ്റായി മാറണം. ലൈക്ക് മറ്റേ സാധനം വരുന്നുണ്ടല്ലേ, അത് ചെറുതായിട്ട് ഇന്നലെ പറയണ്ടായിരുന്നു. ഇല്ല അല്ല, എന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് എല്ലാരും ഭയങ്കരമായിട്ട് എന്താ പറയാ അറിയുന്ന രീതിയിൽ ഒരു ആക്ടർ ആവണം, ഒരു മികച്ചൊരു നടനാവണം. അതും ആവാം, അതാണ് മെയിൻ എയിം. അപ്പൊ അതിനുവേണ്ടി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. ബാക്കി നമുക്ക് നോക്കാം. എനിക്ക് ഒരുപാട് പേരെ മെന്റലി ഹെൽപ്പ് ചെയ്യണം. അതെ ഞാൻ ഹാപ്പിയാണ്. കണ്ണ് ആക്ച്വലി നിറഞ്ഞിട്ടുണ്ട്. നമ്മൾ സൂം ചെയ്ത് നമുക്ക് കണ്ണ് ഇങ്ങനെ വെള്ളം വരും. ആക്ച്വലി കരയുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഇവന്റ് മാനേജ്മെന്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ എനിക്ക് ഒരുപാട് വർക്ക്സ് കോർഡിനേറ്റ് ചെയ്യണം. പിന്നെ ആങ്കറിങ്, കുറെ ഷോസ് ഹോസ്റ്റ് ചെയ്യണം. ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. നല്ല ഇതിൽ അഭിനയിക്കണം. മൾട്ടി ടാസ്കിങ് ആയതുകൊണ്ട് സകലകലാ വല്ലഭിയാണ്. ഓക്കെ ഗായത്രി, 2025 എന്തെങ്കിലും ഒരു എയിം ഉണ്ടാവുമല്ലോ ലൈഫിൽ? ഫണ്ണായിരിക്കണോന്ന്. ആക്ച്വലി സ്പീക്കിംഗ്, യെസ്, അതെന്റെ വൺ ഓഫ് ദ ഒരു ഡ്രീം സംഭവം എന്നൊക്കെ തന്നെ പറയാം. ഞാൻ എപ്പോഴും കൂടുതലും ഹാപ്പി, അങ്ങനെ ഒരു പീസ് അങ്ങനെ തന്നെ നടക്കണം എന്നുള്ളതാണ് എന്റെ അൾട്ടിമേറ്റ്ലി ഉള്ള ലക്ഷ്യം. പിന്നെ ബാക്കി കരിയർ വൈസ് അതൊരു റൂട്ട് ഞാൻ കറക്റ്റായിട്ട് ചാനൽ ചെയ്ത് പിടിക്കുന്ന ഒരു പരിപാടി ചെയ്യുന്നുണ്ട്. സോ അതിപ്പോ ഒരു പ്ലാൻ വെച്ചിട്ട് അതനുസരിച്ച് ഞാൻ ഇങ്ങനെ നാവിഗേറ്റ് ചെയ്ത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് എനിക്കറിയാം എവിടെ എങ്ങനെ പോകും. പക്ഷെ അൾട്ടിമേറ്റ്ലി പീസ്ഫുൾ ആയിട്ട് ഹാപ്പി ആയിട്ട്
കൂടെയുള്ളവരെയും ഹാപ്പിയാക്കി അങ്ങനെ പോവുക, അതൊക്കെ തന്നെയാണ് അൾട്ടിമേറ്റ്ലി. അവനെന്തോ അതിനകത്തൊരു എനിക്ക് പ്രത്യേകിച്ച് അതെനിക്ക് ഇഷ്ടമായി. എനിക്ക് അതിനുവേണ്ടി പ്രത്യേകിച്ച് അഭിനയിപ്പിച്ച് വേറെ ഏതോ എടുത്തിട്ടുണ്ടോ തോന്നുന്നു. ഏറ്റവും കൂടുതലും ഷൂട്ട് ചെയ്തിരിക്കുന്നത് സായു. എടാ സോറി നമ്മൾ അഞ്ചാം തവണ അല്ലേ പറയാം, നമ്മൾ 5ാം തവണ 5 6 ക്യാമറ രണ്ടുപേരും കൂടെ പ്ലാൻ ചെയ്ത്. അതെ അതെ. ലൊക്കേഷൻ നമ്മൾ കണ്ടിട്ടില്ല. 2025 നല്ല ലൈഫിൽ നോട്ടബിൾ ആയിട്ടുള്ള ഒരു ആളാവുക, മീൻസ് ഒരു നല്ലൊരു ആർട്ടിസ്റ്റ് ആവുക. പിന്നെ മറ്റേ അണ്ണാര് അത് പറഞ്ഞപ്പോഴാണ് എനിക്കൊരു ചലഞ്ച് ആക്ച്വലി ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഇനിയിപ്പോ ഉണ്ണിക്കണ്ണൻ എന്നാണോ ഒന്ന് സ്റ്റോപ്പ് ചെയ്യുന്നത്, അത് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ തുടക്കം ഇവിടെ നിന്നാവട്ടെ എന്നുള്ളത്. ഇല്ല ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എൻ്റെ ഫിലിം കരിയർ അല്ലെങ്കിൽ സിനിമ കണ്ടു തുടങ്ങുന്നത് തന്നെ വിജയപടം കണ്ട കാര്യം. എൻ്റെ അച്ഛൻ തമിഴ് സിനിമാസെ കാണുള്ളൂ. കൊച്ചിയിലേക്ക് അച്ഛൻ തമിഴ്നാട്ടിലായിരുന്നു. അങ്ങനെ വീട്ടിൽ കൂടുതലും സ്കൂളൊക്കെ വിട്ടു വന്ന് ഇരുന്ന് പടം കാണുമ്പോൾ എല്ലാം തമിഴ് പടങ്ങളായിരുന്നു. അപ്പം ഞാൻ കണ്ട ഫസ്റ്റ് പടം എന്ന് പറയുന്നത് തുള്ളാത്ത മനവും തുള്ളും. അതാണ് എൻ്റെ മൈൻഡിൽ ഫസ്റ്റ് രജിസ്ട്രേഷൻ. ഞാൻ പുള്ളിയെ കാണുന്നത് അത് തന്നെയാണ്. അവിടെ നിന്ന് മൈൻഡിൽ കയറിയ ഒരു ആളാണ്. അവിടെ നിന്ന് പിന്നെ അത് കൺവേർട്ടായി ഭയങ്കരമായിട്ടുള്ള ഒരു ആരാധനയായി പരിപാടിയായി. പിന്നെ അതൊരു പോയിന്റിൽ കത്തിയൊക്കെ ഇറങ്ങിയ ടൈമിലാണ്. അപ്പം ഞാൻ 9ാം ക്ലാസ്സോ 10ലോ എന്തോണം എനിക്ക് ഓർമ്മയില്ല. അപ്പോഴാണ് സത്യത്തിൽ ഞാൻ ഭയങ്കരമായിട്ട് കത്തി ഇറങ്ങി. ഞാൻ 9ലല്ല, സോറി. ഞാനും വിചാരിച്ചു പിടിച്ചോ ഗായത്രി അതൊക്കെ പറഞ്ഞപ്പോ ഇരുന്ന് ചിരിക്കുന്നുണ്ടാവും. കാണുന്നവര് വിചാരിക്കും അവൻ പറയുന്നതായിട്ട് ചിരിച്ചു കിടന്നു. ഞാൻ പറഞ്ഞില്ല എന്തെങ്കിലും തെറ്റുള്ള കാര്യമാണ്. വേറൊരു കാര്യം വേറെ കാര്യം കണ്ടാണ് ആള് ചിരിച്ചത്. പക്ഷെ കാണുന്നവര് വിചാരിക്കും നീ ഒരിക്കലും അല്ല. ഞാൻ ശ്രീജിത്ത് പറയുന്നത് കേൾക്കുന്നുണ്ടായിരുന്നു. അല്ല പുള്ളി ഒരു ഡയലോഗും ചുമ്മാ കഴിക്കാനല്ല, തീർത്താ നീ അത്. ഉണ്ട്. ഇനി അത് രണ്ടും കയ്യിലെടുത്തോ. ഇനി ട്രൈഡാ ഇല്ല, രണ്ടെണ്ണം. അതിന് മുമ്പ് ഒരു ഡയലോഗും കൂടെ പറയണം. ഏതെങ്കിലും ഇല്ല ചെയ്തേ പറ്റൂ. നീ വേണമെങ്കിൽ നോക്കിക്കോ. ഇല്ല കുഴപ്പമില്ല, പറ്റില്ല. ഏതാ? അത് പറഞ്ഞാൽ മതി. പിടിച്ചോ. അടുത്തൊരു വിജയ ആരാധകനാണ്. എന്റെ മുട്ടത്തറയിലുള്ള എല്ലാ ഫ്രണ്ട്സിനും അത് അറിയാനുള്ള കാര്യമാണ്. ഞാൻ എന്റെ യൂണിറ്റിലെ നല്ല പ്രവർത്തകനാണ്. പ്രസിഡന്റ് സ്ഥാനം പോയടാ. അതുകൊണ്ട് ആരും എന്നെ മാറ്റി നിർത്തരുത്. വിഷമിക്കാൻ നീ ചെയ്, നോക്കട്ടെ. അത് കഴിയുമ്പോൾ നമുക്ക് മാർക്ക് ഇടാം. ഓക്കെ, ഡയലോഗ് പറഞ്ഞിട്ട് ഡയലോഗ് പറയണം ക്യാമറയ്ക്ക് നോക്കിയിട്ട്. സീനില് ടഫ്. കണ്ണാടി വേണോ? കണ്ണാടി കൊടുത്തതിനെ കുറച്ച് ടഫിൽ കുടിക്കാം അല്ലേ? ആക്ഷൻ ആര് പറയും? ഞാൻ പറയാം. ഓക്കെ ശരി. എടാ ഇത് മൂക്കി തട്ടി സിംഗിൾ ടേക്ക് ആണ്, ഒറ്റ ബൗൾക്ക് ഇല്ല, അതുകൊണ്ടാണ് അടുത്ത ടാസ്ക്. ഓക്കെ, ഡയലോഗ് roll camera வணக்கம் சார். action. நான் ஒரு வாட்டி முடிவு பண்ணிட்டேன்னா என் பேச்சு நானே கேட்க மாட்டேன். ഞാൻ താഴ്ന്നു വിചാരിച്ചു. കോമഡിയാണ് ഉദ്ദേശിച്ചെങ്കിലും മാസായി. ബബിൾക്ക് അങ്ങനെ താഴെ പോയിരുന്നെങ്കിൽ വേണ്ടത്, ഇത് പറക്കി തിന്നേണ്ട. സെക്കൻഡ് വേർഷൻ ആണ്. അപ്പൊ ബ്രോ 25 അല്ല, മൊത്തത്തിലുള്ള ഒരു വിഷൻ. എനിക്ക് എന്താ പറയാ, വില്ലൻ വേഷങ്ങൾ ചെയ്യണമെന്ന് എന്നും ഭയങ്കര ആഗ്രഹമാണ്. അപ്പോൾ എന്താ പറയുക, ഞാൻ തന്നെ എൻ്റെ മനസ്സിൽ ഒരു ടൈം ഇട്ടിട്ടുണ്ട്, ഒരു 10 വർഷം. അതിനുള്ളിൽ എന്താ പറയുക, ഒരു അറിയപ്പെടുന്ന അല്ലെങ്കിൽ അത്യാവശ്യം ഇപ്പോൾ മാർക്കോയിലൊക്കെ ഇറങ്ങിയ വില്ലൻ ക്യാരക്ടർ സൈറസ്, ആ ക്യാരക്ടർ എനിക്ക് ഭയങ്കര ഇൻസ്പയർഡ് ആണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അല്ലല്ല, എനിക്ക് വില്ലൻ ക്യാരക്ടർ ചെയ്യണം എന്നുള്ളത് എനിക്ക് എന്നും ഭയങ്കര ആഗ്രഹമാണ്. അത്തരം ക്യാരക്ടറുകൾ. ഇഷ്ടമുള്ള മറ്റു വില്ലൻ ക്യാരക്ടേഴ്സ് ഏതൊക്കെയാ? ബൽറാമൻ. മൊത്തം നമ്മുടെ തിലകൻ ഫാമിലിയാണ്. അതൊക്കെ ഒരു ക്ലാസിക് സാധനങ്ങളാണ് അതെല്ലാം. അപ്പോൾ ആ ഒരു മീറ്റർ പിടിക്കുക അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങൾ ചെയ്യാന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് തോന്നുന്ന സംഭവമാണത്. അല്ല അതിപ്പോൾ അത്രത്തോളം ഇപ്പോൾ ഞാൻ അതാണെങ്കിൽ ഇപ്പോൾ പുള്ളിയുടെ തന്നെ
രീതിയിൽ ഒന്ന് ട്രൈ ഒക്കെ ചെയ്ത് നോക്കും. ചുമ്മാ ഇരിക്കുമ്പോഴത്തേക്കും വീട്ടിലൊക്കെ ഇരിക്കുമ്പോഴത്തേക്കും എനിക്ക് അത്രത്തോളം വേണം. ഞാൻ വെറുതെ സാധനം അതാണ് വേണ്ട. മറ്റേ ഡയലോഗ് തന്നെ പറഞ്ഞു. ഏത് ബലറാമിന്റെ ഡയലോഗ് ഉണ്ടല്ലോ, ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള പറഞ്ഞു. കണ്ട അവസരം കിട്ടിയാലോ. ബൽറാമിന്റെ ഡയലോഗ് എന്തായാലും ഞാൻ മറന്നു. ഓക്കെ, കൊടുക്കാൻ പറ്റുമോ സക്കീർ ബൈക്ക്? ഏത് ക്യാമറയിലേക്ക് വേണം? ആ നീ തന്നെ ഓക്കെ അല്ലേ, ആക്ഷൻ പറഞ്ഞു. നീ തന്നെ നോക്കാം. റോൾ ക്യാമറ റോളിംഗ് സർ ആക്ഷൻ. കൂട്ടി കൊടുക്കാൻ പറ്റുമോ സക്കീർ ബൈക്ക്? ബട്ട് ഐ ക്യാൻ. കൂട്ടി കൊടുക്കാം, കുതികാൽ വെട്ടാം, എന്തും. ഈ ഭൂമിയിൽ താഴെ ഭൂമിയിൽ നീ എന്താ ഇവ സൈഡിൽ നിന്ന് മോട്ടിവേറ്റ് ആണ്. ആ ഡയലോഗ് സൂര്യന് താഴെ അല്ല കൂട്ടി കൊടുക്കാൻ പറ്റും സക്കീർ ബൈക്ക്. ആ സൂര്യന് താഴെയുള്ള ഏത് നെറുകേടിനും അത് തന്നെ. ആ ഡയലോഗ് ഓക്കെ ഓക്കെ. കൂട്ടി കൊടുക്കാൻ പറ്റും സക്കീർ ബൈക്ക്? ബട്ട് ഐ ക്യാൻ. കൂട്ടി കൊടുക്കാം, കുതികാൽ വെട്ടാം, എന്തും. ഈ സൂര്യന്റെ താഴെയുള്ള നെറുകേടിന് എന്തുമാവും ബൽറാമിന്. അടിപൊളി. അപ്പം അതൊക്കെ തന്നെ വില്ലൻ റോൾസ്. അതെ, അതാണ് എനിക്ക് കൂടുതലും താല്പര്യം ചെയ്യാനായിട്ട്. വില്ലൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇനി എല്ലാവരോടും കൂടെ ഉള്ളൊരു കാര്യമാണ് കേട്ടോ. എപ്പോഴും നമ്മുടെ ഒരു സെറ്റിലേക്ക് വരുമ്പോൾ, എസ്പെഷ്യലി ഇപ്പോൾ ഒരു മൂവി വെബ് സീരീസ് ഒക്കെ ആകുമ്പോൾ അതിൻ്റെ ഒരു നായകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിൽ നമ്മൾ എപ്പോഴും കാണണമെന്നില്ല, ഡയറക്ടറാണ് അതിനകത്ത് എല്ലാമായിട്ട് പോകുന്നത്. ആ ഷിപ്പിൻ്റെ നായകനായിട്ടൊക്കെ നിൽക്കുന്നൊരു മനുഷ്യനാണ്. അപ്പോൾ എന്താണ് ഡയറക്ടറെ കുറിച്ച് നിങ്ങൾക്കൊക്കെ പറയാനായിട്ടുള്ളത്? ശരത് ആർ സി വേണം, എനിക്ക് പേഴ്സണലി അറിയാം. പക്ഷെ എന്നാലും നിങ്ങളുടെ നാക്കിൽ നിന്ന് ആ ഒരു സമയത്തുള്ള, അതായത് ഷൂട്ടിൻ്റെ സമയത്തുള്ള ശരത്തിനെ കുറിച്ച് ഒന്ന് അറിയണമെന്നുണ്ട്. ഐ തിങ്ക് എനിക്ക് ശരത്തിനുള്ള ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഇതെന്ന് പറയുമ്പോൾ ഈസ് വെരി കമ്പോസ്ഡ്. ഇപ്പം നമ്മൾ പല സെറ്റും നമ്മൾ പല ഡയറക്ഷനെ കാണുമ്പോഴത്തേക്കും ഇപ്പം അല്പം ലേറ്റ് ആയാലോ അല്ല എന്തെങ്കിലും ഒരു ഡിലേ എങ്ങനെയെങ്കിലും വരാണെങ്കിൽ ചില ആൾക്കാർക്ക് ടെൻഷൻ വരാറുണ്ട്. പക്ഷേ ഈസ് റിയലി കമ്പോസ്ഡ്. അത് നമ്മൾ ഒരിക്കലും ഒരു ഇതറിയത്തില്ല, ടെൻഷൻ ആ വ്യക്തി നമ്മൾ കാണത്തില്ല. അങ്ങനെ കമ്പോസ്ഡ്, വളരെ കാം ആൻഡ് കൂൾ ആയിട്ടാണ് മൂവ് ചെയ്യുന്നത്. ഈസ് റിയലി ഫ്രണ്ട്ലി, ഭയങ്കര അപ്രോച്ചബിൾ ആണ്. നമ്മളിപ്പോ ഒരു ടേക്ക് ഇപ്പൊ കുറെ തവണ പോവുകയാണെങ്കിൽ പോലും ആ ഒരു ഇത് വരത്തില്ല, ഒരു ടെൻഷൻ അല്ലെങ്കിൽ ദേഷ്യം അങ്ങനെ ഒന്നും വരത്തില്ല. നമുക്ക് എന്ത് സംശയമാണോ എന്ത് വേണോ വളരെ അപ്രോച്ചബിൾ ആയിട്ടുള്ള വ്യക്തിയാണ്. അത് എസ്പെഷ്യലി ഞാനൊക്കെ ഒരു ന്യൂ കമ്മറാണ്. അപ്പം അതിനെ ടെൻഷൻ എനിക്ക് വളരെയധികം ടെൻഷനുള്ള കേസാണ്. ശരത് ഈസ് റിയലി കൂൾ. ഇറ്റ്സ് ലൈക്ക് ഹി നോസ് ടു ഹൗ ടു ഹാൻഡിൽ ഇറ്റ്. ശരത് മാത്രമല്ല ആരായാലും ആ സെറ്റിലുള്ള എല്ലാവരും, അഭിജിത്ത് ആയാലും അഭിനന്ദ് ആയാലും ഐ തിങ്ക് ദേർ വാസ് ജ്യോതിഷ്, അനന്തും ഉണ്ടായിരുന്നു, കുറെ പേര്. നല്ല ഫ്രണ്ട്ലി ആയിട്ടായിരുന്നു. നമുക്ക് ആർക്കും അധികം എന്താ പേടി കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നു. ഈസി ആയിട്ട് സ്മൂത്ത് ആയിട്ട് ചെയ്യാൻ പറ്റി. നല്ലൊരു എഫേർട്ട്. എന്തുവാ എന്നാലും ഡയറക്ടർ അടിപൊളിയായിരുന്നു. ചുരുക്കി ആക്ടർ എങ്ങനെയൊന്നും ഡൈവേർട്ട് ആവാൻ പോലെ കേട്ടോ. അതെ. ഓക്കെ, ശരത്തേട്ടനെ പറ്റി പറയുകയാണെങ്കിൽ അറിയാമല്ലോ, നമ്മുടെ ഇത്ര വലിയൊരു ലെങ്തി ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് ഫസ്റ്റ് ടൈമാണ് നമ്മുടെ ക്രൂ ചെയ്യുന്നത്. പിന്നെ ഇത് പറഞ്ഞ പോലെ ഷോർട്ട് ഷെഡ്യൂളാണ്. പിന്നെ ഈ പറഞ്ഞ പോലത്തെ അങ്ങനത്തെ കുറേ സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഷൂട്ടിൻ്റെ കാര്യത്തിൽ പല ടൈമിലും ചേഞ്ചസ് വരും, പെട്ടെന്നുള്ള ചേഞ്ചസ് വരും, നമുക്ക് അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. പക്ഷേ പുള്ളി എപ്പോഴും അതിൽ നിന്ന് മൈൻഡ് ഔട്ട് ആവാതെ ഫോക്കസ്ഡ് ആയിട്ട് ഫുള്ളി കൂളായിട്ട് ചെയ്തു. അത് തന്നെയാണ് ഏറ്റവും പോസിറ്റീവായിട്ട് തോന്നുന്നത്. കൂളായിട്ട്. ഓക്കെ, അല്ല, എനിക്ക് പേഴ്സണലി ഫീൽ, ഞാൻ ഫസ്റ്റ് ടൈമാണ് ശരത്തേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നത്. പക്ഷേ ഞാൻ എല്ലായിടും സാധാരണ പോകുമ്പോൾ എനിക്ക് ഒന്ന് ജെല്ലാവാൻ എനിക്ക് കുറച്ച് ടൈം എടുക്കാറുണ്ട്. പൊതുവെ ഞാൻ പറഞ്ഞില്ല, ഞാൻ കുറച്ചൊരു ഇൻട്രോവേർട്ട് കൈൻഡ് ഓഫ് എ പേഴ്സൺ ആണ്. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എനിക്ക് ഉണ്ടായിരിക്കും. പക്ഷെ ഈ സെറ്റിൽ പോയപ്പോൾ എനിക്ക് ആ ഒരു 4 ദിവസം വർക്ക് ചെയ്ത് പുറത്തിറങ്ങിയപ്പോൾ കഴിഞ്ഞു പോയല്ലോ എന്നുള്ളൊരു ഫീല് കിട്ടിയ ഒരു കൈൻഡ് ഓഫ് ഭയങ്കര ഒരു വാം വെൽക്കമിങ് പേഴ്സൺ ആണ് ബേസിക്കലി ശരത്തേട്ടൻ. പിന്നെ പറഞ്ഞതുപോലെ ചേട്ടൻ ഭയങ്കര കമ്പോസ്ഡ് ആണ്. ലൈക്ക് പുള്ളിക്ക് കറക്റ്റായിട്ട് അറിയാം പുള്ളി എന്ത് എവിടെ എങ്ങനെ പ്ലാൻ ചെയ്യണം, എവിടെ ചെയ്യണം, ആരെ കൊണ്ട് എന്ത് ചെയ്യണം, എത്ര മീറ്റർ പിടിക്കണം, അതിനപ്പുറത്തേക്ക്
പോകണോ, അതായത് ഇപ്പം ഞാനിപ്പോൾ എന്തെങ്കിലും ഒരു സംഭവം ഒരു ഡയലോഗ് ഡെലിവർ ചെയ്യുന്നതിൽ ചെറിയ എന്തെങ്കിലും അതിലൊരു മോഡുലേഷൻ വേരിയേഷൻ വന്നാൽ പോലും ചേട്ടൻ കറക്റ്റായിട്ട് പറയും അത്ര പോവണ്ട, ഇത് മതി, നമുക്ക് ഇന്ന ഈ ചെറിയ രീതിയിൽ ഈ ഒരു ഭാവം മതി, അല്ലെങ്കിൽ ഈ രീതിയിൽ പറഞ്ഞാൽ മതി എന്ന് അത് വളരെ കറക്റ്റായിട്ട് എന്നെ കൊണ്ട് എക്സിക്യൂട്ട് ചെയ്ത ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പേഴ്സണലി വർക്ക് ചെയ്യാൻ നല്ല കംഫർട്ടായിരുന്നു. ഓക്കെ. മറന്നുപോയി. അയ്യോ ഞാൻ ഓർത്ത് വെച്ചത്. പറയാൻ കൂടുതലുണ്ടോ? പറയാൻ ഒരു പുസ്തകത്തിൽ എഴുതി ലിറിക്സിന്റെ ആളാണ്. അടുത്ത പ്രൊജക്ട് അനൗൺസ് ചെയ്തിട്ടുണ്ടോ നിങ്ങൾ എല്ലാവരും? അതിന്റെ ചെറിയൊരു ഇതുണ്ട്. കാര്യം അല്ല, ഒത്തിരി വർഷമായിട്ട് കൂടെ ട്രാവൽ ചെയ്ത് വരുന്ന ഒരാളാണ്. എനിക്കും അറിയാലോ. അതുകൊണ്ട് കൂടുതൽ പറയാനൊന്നുമില്ല. പുള്ളിക്കാരന് ടെൻഷൻ മീൻസ് ഓൺ സെറ്റ് ആ ടെൻഷൻ കാണിക്കാണ്ട് ബാക്കിയുള്ള ആൾക്കാരെ അത്രയും കംഫർട്ടബിൾ ആയിട്ട് വെച്ചുകൊണ്ട് വർക്ക് ചെയ്യുന്ന ഒരാൾ തന്നെയാണ്. അതും എപ്പോഴായിരുന്നാലും ബിഹൈൻഡ് ദ സീൻ ഒരു ചെറിയൊരു റീൽ പരിപാടി ചെയ്താൽ പോലും അങ്ങനെ തന്നെയാണ്. കാര്യം മുന്നേയും അതിന് ശേഷവും ചിലപ്പോൾ ഉണ്ടായിരിക്കും ടോക്കും കാര്യങ്ങളും, പക്ഷെ ആ ഒരു ടൈം അത് കറക്റ്റായി ഹാൻഡിൽ ചെയ്ത് പോകും. പിന്നെ എന്താ പറയാൻ, എല്ലാരെയും ഒരേ ഒരു തലത്തിൽ പുള്ളി ട്രീറ്റ് ചെയ്യും. വലിപ്പച്ചെറുപ്പം ഇല്ലാണ്ട് ഒന്നാമത്തെ കാര്യം. ഒരു കൊച്ചുകുട്ടിയാണെങ്കിൽ ഒരു വലിയ പറയുന്ന കാര്യം വാല്യബിൾ ആണെങ്കിൽ അത് ഉറപ്പായിട്ടും ഉൾക്കൊണ്ട് തന്നെയാണ് ആ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇപ്പൊ കാര്യം ഇതിന്റെ പ്രീ പ്രൊഡക്ഷനിലെ നമ്മളുള്ളതാണ്. കാര്യം ഈച്ച് ആൻഡ് എവരി ഇപ്പോ മേക്കപ്പിന്റെ അമ്മു എന്ന് പറഞ്ഞിട്ട്, അപ്പം അവൾക്ക് പോലും പ്രീ പ്രൊഡക്ഷൻ കാര്യം അവള് പറയുന്ന സ്റ്റോറി അവള് കേട്ടപ്പോഴത്തേക്ക് അവള് അത് എടുത്ത രീതി, അവളുടെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് അതുവരെയും ഉൾക്കൊണ്ട്. കാര്യം അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഒന്നാമത്തെ കാര്യം. അപ്പം ആസ് എ ഡയറക്ടർ മൈൻഡ് സെറ്റ് എന്ന് പറയുന്ന കാര്യം എനിക്ക് തോന്നുന്നു ഒരു ഡയറക്ടറിന് എപ്പോഴും വലുതായിരിക്കണം, വെൽക്കമിങ് ആയിരിക്കണം എല്ലാ കാര്യത്തിലും. ചുമ്മാ പോയിന്റ് ചെയ്ത് ഇതാണ് പരിപാടി എന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ സെറ്റ് ആവത്തില്ല. എനിക്കത് ഞാൻ കണ്ടതിൽ വെച്ചിട്ട് വൺ ഓഫ് ദ ഗുഡ് ക്വാളിറ്റിയാണ് ചേർത്തേണ്ട. അത് ഉണ്ട്. കൂടുതൽ ഞാൻ ഇനി പോക്കുന്നില്ല, ഇതിൽ കൂടുതൽ വെക്കാൻ പറ്റുന്നില്ല എന്നുള്ളത്. ഇല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം പുള്ളി എന്താ പറയുക, ഇപ്പോൾ ഒരു ഡയലോഗ് ആണെങ്കിലും എന്തായാലും ഗായത്രി പറഞ്ഞ പോലെ പുള്ളിക്ക് എന്താ വേണ്ടതെന്നുള്ള പുള്ളി കറക്റ്റായിട്ട് പറഞ്ഞുതരും. മനസ്സിലായി? ഇപ്പോൾ അത്രയും പോകണ്ട, അല്ലെങ്കിൽ അത്രയും ഇതാക്കണ്ട, അല്ലെങ്കിൽ ആ ലുക്ക് കൊടുക്കുന്ന കാര്യത്തിലാണെങ്കിൽ പോലും അത്രയും ഷാർപ്പാക്കണ്ട, കുറച്ചൊരു വെള്ളം എടുത്താൽ മതി. അപ്പം അത് പറഞ്ഞ് ഐ മീൻ നമ്മുടെ ഉള്ളിലുള്ള സാധനം എത്രത്തോളം അത് പുറത്തേക്ക് എടുക്കണം, അല്ലെങ്കിൽ മുഴുവനായിട്ട് എടുക്കണോ, അല്ലെങ്കിൽ കുറച്ചെടുത്താൽ മതിയോ, അല്ലെങ്കിൽ അത് കറക്റ്റായിട്ട് പുള്ളിക്ക് അത് അറിയാം. അപ്പം അതിലൊരു വലിയൊരു സംഭവം തന്നെയാണ് ഒരു ഡയറക്ടറെ സംബന്ധിച്ചിടത്തോളം. ഇനി ഏതാ അടുത്ത പ്രൊജക്ട് ഇപ്പം ശരത്തുമായിട്ടുള്ളത്? അത് ഇതുവരെ ഇവർക്ക് ആർക്കും അങ്ങനെ വരുന്നുണ്ട് ഇവരുടെ ഒന്നും പറഞ്ഞില്ലായിരുന്നു, ഇപ്പോഴേ പറയണ്ടായിരുന്നു. അല്ല, എനിക്ക് പക്ഷെ ഇത്രയും പൊക്കി പറയണ കേട്ട് കഴിഞ്ഞപ്പോ എനിക്ക് തോന്നി ഞാൻ ഇനി ഏതെങ്കിലും ഓണാവുന്നുണ്ട്. ഓക്കെ, ഇനി ഞാൻ ചോദിക്കുന്നത്, എന്തായാലും ഈ മൂവിയെ കുറിച്ച് നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടല്ലോ, ഓൾമോസ്റ്റ് എല്ലാവരും ഇതിന്റെ എല്ലാ കഥ അറിയാവുന്ന ആൾക്കാരാണ് അല്ലേ? അപ്പൊ എന്താണ് എക്സ്പെക്ടേഷൻ? ഐ തിങ്ക് ഇപ്പം മലയാളത്തിൽ ഭയങ്കരമായിട്ട് വരുന്ന ത്രില്ലർ ജോണിൽ കുറെ സിനിമകൾ വരുന്നുണ്ട്. അപ്പം അതില് ഐ തിങ്ക് ഇത് നല്ലൊരു അഡീഷൻ ആയിരിക്കും. കാരണം നമുക്കറിയാം, ഇപ്പം റീസെന്റ് ഇപ്പൊ എടുത്ത് നോക്കുകയാണെങ്കിൽ എല്ലാ ആൾക്കാരും ദിസ് ഈസ് എ ഫിലിം എന്ന രീതിയിൽ പറയുന്നത് മോസ്റ്റും ഇങ്ങനത്തെ ഹൂഡണിറ്റ്സ് ത്രില്ലർ എലമെന്റ് ഉള്ള സിനിമകളാണ്. അത് മലയാളത്തിൽ മാത്രമല്ല, എവിടെ ആൾക്കാർക്ക് ഒരു വോ ഫാക്ടർ വരണമെന്നുണ്ടെങ്കിൽ അവരെ പിടിച്ചിരുത്തി അറ്റ് ദി എൻഡ് വരുന്ന ഒരു സസ്പെൻസ്, അവർക്ക് സാറ്റിസ്ഫാക്ഷൻ കൊടുക്കണം. അല്ലാതെ ഇത് ഇത്രേ ഉള്ളൂ, ആ ഒരു സ്കീം അല്ല ഇത്. ഇപ്പൊ ഇത് എന്റെ ഒരു പേഴ്സണൽ രീതി പറയാൻ ഐ തിങ്ക് ഇത് നല്ലൊരു അഡീഷൻ ആയിരിക്കും ത്രില്ലർ ജോൺറി വരുന്ന ഐറ്റംസ്. എന്തായാലും കാണുന്ന ആരും മോശം പറയില്ല. പിന്നെ സോങ് ആണെങ്കിലും ബാക്ക്ഗ്രൗണ്ട് സ്കോർ, ആ ഒരു ഫീൽ, ഇമോഷൻസ് ഒക്കെ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. എല്ലാവരും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും ആരും ഒരു മോശം പറയില്ല. ഇമോഷൻസ് നല്ല രീതിയിൽ ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു വർക്കാണ്. ഒരുപാട് വലിയ നമ്മൾ ഹാപ്പനിങ്സ് ഒരുപാട് പ്രതീക്ഷിച്ചതിനേക്കാളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഫുൾ കാര്യങ്ങൾ നമുക്ക് അതിൻ്റെ ഇമോഷൻ കണക്ട് ചെയ്ത് അതിൻ്റെ ഒരു മൂഡിൽ കാണാൻ പറ്റുന്ന ഒരു നല്ല വർക്ക് തന്നെയാണ്. അപ്പോൾ എന്നാലും ക്രൂലും കൂടെ ഉള്ള കാസ്റ്റും ക്രൂലും കൂടെ ഉണ്ടായിരുന്നുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് 14-ാം തീയതി തന്നെ റിലീസ് ചെയ്യുന്നത്? അതൊരു റൊമാൻറ്റിക് ഡേ ആണ്. അത് അതിന്റെ പുറകിലുള്ള ഒരു ചേതോ വികാരം, അത് പ്രൊഡക്ഷൻ സൈഡിൽ നിന്നുള്ള, അത് ശരത്തേട്ടനോട് ചോദിക്കാം, എനിക്കറിയത്തില്ല. ഓക്കെ, ഗായത്രി. അടയാളത്തിന്റെ ഒരു എക്സ്പെക്ടേഷൻ, ഐ മീൻ എൻ്റെ പേഴ്സണൽ എക്സ്പെക്ടേഷൻ എന്ന് പറയുമ്പോൾ എനിക്കിപ്പോൾ അതിന്റെ പ്രീ പ്രൊഡക്ഷൻ അല്ലാതെ പ്രൊഡക്ഷൻ സൈഡിലായാലും പോസ്റ്റ് വർക്കുകളായാലും ഞാൻ കണ്ടിരുന്നു. അപ്പം ടോട്ടൽ വർക്ക് എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ തന്നൊരു സംഭവമാണ്. കാരണം ഇത്രയും ചുരുങ്ങിയ ഒരു ടൈം സ്പാനിൽ, ഏതാണ്ട് വളരെ ചുരുക്കം കുറച്ച് ദിവസത്തിനുള്ളിൽ ഇത്രയും നല്ല ഒരു ഔട്ട് ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും
നല്ല രീതിയിൽ കൊണ്ടുവരാൻ പറ്റി. അത് അവർ കറക്റ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്ത് അത് അത്രയും പക്കയായിട്ട് പ്ലാൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഒരു പക്ഷെ അത് നടക്കില്ല, പോസിബിൾ അല്ല. കാരണം ഞാൻ പഠിച്ചതും ഫിലിം മേക്കിംഗ് ആണ്. അപ്പൊ അത് അത്രയും പക്കയായിട്ട് എക്സിക്യൂട്ട് ചെയ്ത് കൊണ്ടുവന്ന് പറയുന്നത് ശരതേട്ടന്റെ ഒരു കഴിവാണ്. അത് അതിനോടൊപ്പം ഈ അവൻ ഞെട്ടി നോക്കുന്നുണ്ട്. അത് നമുക്ക് പുതിയ അറിവാണ്, എല്ലാവർക്കും വന്ന് അതിനെ കുറിച്ച് ഞാൻ ഫണ്ണല്ലേ, ആർക്കും അത് അറിയില്ല എന്നുള്ളതാണ്. ഞാൻ പഠിച്ചതിന്റെ PG പോസ്റ്റ് ഗ്രാജുവേഷൻ ഫിലിം മേക്കിംഗ് ആയിരുന്നു. ഞാൻ അതിനുശേഷം ഡ്രൈവിംഗ് ലൈസൻസിന്റെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തു. ഓ ഇതൊക്കെയാണ് ഫൺ സർപ്രൈസ്, ഇതൊന്നും നമ്മൾ അറിഞ്ഞില്ല. എനിക്ക് നല്ല എക്സ്പെക്ടേഷൻ തന്നെയാണ്. പിന്നെ എനിക്ക് ഇതിൽ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ നോക്കില്ലേ, ഇതിൽ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ട്രീറ്റ് ചെയ്തിരിക്കുന്ന രീതി ഇച്ചിരി കൊമേഴ്ഷ്യലിയാണ് ചെയ്തത്. കാര്യം നമ്മൾ യൂട്യൂബിൽ ഉള്ള സീരീസ് ഒരു 4-5 എപ്പിസോഡുള്ള സീരീസ് നോക്കുകയാണെങ്കിൽ അതിൽ നിന്ന് മാറ്റി നിർത്തുന്നതെന്ന് വെച്ചാൽ ഇതിൽ ഒരു കൊമേഴ്ഷ്യൽ എൻ്റർടൈനർ അല്ലെങ്കിൽ ഒരു കൊമേഴ്ഷ്യൽ ത്രില്ലർ എലമെൻ്റ് ഉള്ള ഒരു പടം എങ്ങനെയാണോ തിയേറ്ററിൽ വരുന്നത് ആ രീതിക്കാണ് ഇതിനെ ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു 2 സോങ് ഉണ്ട് പരിപാടി. അപ്പം അത് കണ്ടിരിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഒരു ഹോൾ പാക്കേജ് കാണുമ്പോൾ ഒരു പടം കണ്ട ഒരു ഫീൽ കിട്ടുന്ന ഒരു പരിപാടിയാണ്. എനിക്കൊരു തൃപ്തി ഉണ്ടാകുന്ന പരിപാടിയാണ്. പിന്നെ ബാക്കി നമ്മൾ കൂടുതൽ സംസാരിച്ചിട്ട് കാര്യമില്ല, എല്ലാവരും കണ്ടിട്ട് അവർ തന്നെ ഇപ്പം നമ്മൾ വലുതാണ് ചെറുതാണെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. അപ്പം അവർ കാണട്ടെ, കണ്ടിട്ട് എന്നെ സംബന്ധിച്ച് ഞാൻ ഇത്രയും പേരെല്ലാം പറഞ്ഞു, ഞാൻ എന്ത് പറയാന്നുള്ള ഇതിലാണ്. നല്ലൊരു വർക്കാണ് ആക്ച്വലി. എന്താ പറയാ, സോങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ കേട്ടപ്പോഴും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ബാക്കിയല്ല ഇനി വന്ന് ആളുകൾ അത് അക്സെപ്റ്റ് ചെയ്യുന്നത് പോലെ നോക്കി കാണാം. ഓക്കെ. അപ്പം എനിക്ക് വേറൊരു കാര്യം കൂടെ ചോദിക്കാനുണ്ട്. ഇപ്പോൾ എപ്പോഴും ഒരു സിനിമയുടെ ആണെങ്കിലും വെബ് സീരീസിൻ്റെ ആണെന്നുണ്ടെങ്കിലും ഇതിൻ്റെ ഒരു പുറകിലുള്ള ഏറ്റവും വലിയ പ്രശ്നം വരുന്നതെന്ന് പറയുന്നത് നല്ലൊരു പ്രൊഡ്യൂസർ ഉണ്ടാവുക എന്നുള്ളതാണ്. ചില സമയത്ത് ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഒരു പിശുക്കനോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് എല്ലാത്തിലും വേണ്ട അങ്ങനെ വേണ്ട ഇങ്ങനെ വേണ്ട എന്ന് പറയുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് അത്രയും ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്തായിരുന്നു പ്രൊഡക്ഷൻ സൈഡിലേക്ക് നോക്കുമ്പോൾ? എലിക്സർ സ്റ്റുഡിയോസ് എന്ന് പറയുന്ന കമ്പനിയാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ CEO ബിനു സാർ തന്നെയാണ് നമ്മുടെ സ്റ്റോറി തന്നിരിക്കുന്നത്. സ്റ്റോറി നമ്മുടെ ടീമാണ്, ശരത്തേട്ടനാണ് ഡെവലപ്പ് ചെയ്തത്. പിന്നെ സ്ക്രിപ്റ്റ് വർക്ക് അവർ ഫുള്ള് വായിച്ചു, അവർ ലോക്ക് ചെയ്തു. പിന്നെ പ്രൊഡക്ഷൻ തുടങ്ങിയതിന് ശേഷം പിന്നെ ഒന്നും അവർ ഇടപെട്ടിട്ടില്ല. ഫുള്ള് നമുക്ക് നമ്മുടെ ഫ്രീഡത്തിന് ഫുള്ള് മേക്ക് ചെയ്യാൻ, അതാണ് ഏറ്റവും വലിയൊരു കാര്യം. അതിന് മുമ്പേ അവർ ഫുള്ള് ലോക്ക് ചെയ്തു, അവർക്ക് ഓക്കെ ആണെന്ന് പറഞ്ഞു. അതിനുശേഷം പ്രൊഡക്ഷൻ ഫുള്ള് നമ്മുടെ സൈഡിന് വിട്ടുതരായിരുന്നു, ഫുള്ള് നമ്മുടെ ടീമായിരുന്നു. അതിൽ അനാവശ്യമായ ഇടപെടൽ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല, എല്ലാം ഓക്കെ ആയിരുന്നു. ഹാപ്പിയാണ്. ഓക്കെ. അപ്പം നമ്മൾ ഇത്രയും നേരം സംസാരിച്ചെങ്കിൽ ഇതിലൊരു ലീഡ് റോൾ ചെയ്തിട്ടുള്ള രാഹുലേട്ടനെ കുറിച്ച് സംസാരിച്ചില്ല. അപ്പൊ എനിക്കറിയാം ചേട്ടൻ്റെ കൂടെ ഏറ്റവും കൂടുതൽ സ്ക്രീൻ ഷെയർ ചെയ്തിട്ടുള്ള സുലേഖയാണെന്ന് അറിയാം. അപ്പൊ എന്തായിരുന്നു എക്സ്പീരിയൻസ്, എങ്ങനെ ഉണ്ടായിരുന്നു? ഒരുപാട് മൂവി ചെയ്ത ഒരാളുമായിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളത് വലിയൊരു ഭാഗ്യമാണ്. പുള്ളി ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിരുന്നു. അപ്പോൾ നമുക്കറിയാം ഒരുപാട് സീരീസ് ഞാൻ മുമ്പ് കണ്ടിട്ടുണ്ട്. അപ്പം അത്രയും എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്. നമ്മുടെ ഈ സ്റ്റോറി സൈഡിൽ നിന്ന് പോയപ്പോഴും പുള്ളിയുടെ സൈഡിൽ നിന്ന് ഇന്നോവേറ്റീവായിട്ട് പുതിയതായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, മാനർസത്തിൽ എന്ത് ചെയ്യാൻ പറ്റും എന്ന് അങ്ങനെ റിസർച്ച് ചെയ്ത് ചെയ്യുന്നൊരു പുള്ളിക്കാരനാണ്. നമ്മളെ ഈ ഷെഡ്യൂള് എല്ലാം പിടിക്കുമ്പോൾ നൈറ്റ് ഉറക്കത്തിലാണെങ്കിലും പുള്ളി വിളിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് നെക്സ്റ്റ് ഷോട്ട് കറക്റ്റ് കണ്ടിന്യൂവേഷൻ അത് ഫോളോ ചെയ്ത് പോകുന്ന, അങ്ങനെ ഒരു ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളൊരു ആക്ടറാണ്. പുള്ളിയുടെ റീസെൻ്റ്ലി വരുന്ന വർക്ക്സ് എല്ലാം ഇതുപോലെ ഫോക്കസ് നല്ല വർക്കുകൾ നോക്കി എടുക്കുന്ന ഒരു പോലീസ് ക്യാരക്ടറാണ്. എനിക്ക് തോന്നുന്നു ത്രില്ലറൊക്കെ ആയതുകൊണ്ട് കുറച്ച് സീരിയസ് ക്യാരക്ടറാണോ ഇത്? സീരിയസ് ക്യാരക്ടർ, ആ ഒരു പാറ്റേൺ തന്നെ. ഫൺ ടൈം അങ്ങനെയൊന്നും അല്ല, പോലീസുകാരൻ അങ്ങനെ തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഇപ്പം എല്ലാ ആൾക്കാർക്കും ഒരു പോലീസ് കോസ്റ്റ്യൂമിൽ ആ റോൾ പുൾ ഓഫ് ചെയ്യാൻ ഭയങ്കര പാടാണ്. പക്ഷെ രാവിലെ ആ ഒരു ഓറയുണ്ട്. ഇപ്പം ആര് സ്റ്റാച്ചു ആയാലും നടക്കുന്ന രീതി ആയാലും സംസാരിക്കുന്ന രീതി, സീനുണ്ട്. പുള്ളിക്കാരൻ നമ്മുടെ ഓഫീസിൽ എൻട്രായി വരുന്നൊരു സീനുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു പുള്ളിക്കാരൻ വന്ന് എൻട്രാവും, അപ്പോൾ ഒന്ന് നോക്കുക എന്നുള്ള സംഭവം. പുള്ളിക്കാരൻ ഞാൻ പേടിച്ചു പോയി. പുള്ളിക്കാരൻ ഡോർ തുറന്നിട്ട് എന്റെ മുഖത്തേക്ക് ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞു. എന്റെ മുഖമൊക്കെ ഞാൻ ഒരുമാതിരി ആയി പോയി. എന്തോ ഞാൻ പയ്യങ്ങനെ ഒഴിവാ, അത് തന്നെയാണ് കട്ടില് വെച്ചിരിക്കുന്നത്. എന്റെ അടുത്ത് ഇങ്ങനെ ചോദ്യം ചെയ്യുന്ന സീനൊക്കെ ഉണ്ട്. അപ്പം ലിറ്ററലി ഒരു പോലീസുകാരൻ ചോദ്യം ചെയ്യുന്ന ആ ഫീലാണ്. രാവിലെ നോക്കുന്ന രീതിയാണെങ്കിൽ സംസാരിക്കുന്നതായാലും ആ മോഡുലേഷൻ ഉൾപ്പെടെ അല്ല. ഇറ്റ്സ് എ പ്രോപ്പർ പോലീസ് ഗൈ. അപ്പം അത് ഞാനിപ്പം പോസ്റ്ററിലും ചെറിയ ചെറിയ വിഷ്വൽസ് ഒക്കെ കണ്ടിട്ടുണ്ട്. തന്നെ അറിയാം, നമുക്ക് കാണുമ്പോഴേ നമുക്കൊരു ടഫ് ലുക്ക്. ഞാനൊരു 3 years ബാക്ക് രാവിലെ അല്ലാതെ വേറൊരു വെബ് സീരീസിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴായാലും ഈ ഒരു കോസ്റ്റ്യൂം ഒക്കെ നിൽക്കുമ്പോൾ നമുക്ക് കാണുമ്പോൾ ബേസിക്കലി ആ ഒരു ഇതാണ്. എനിക്ക് ഇവൻ ആസ് എൻ അസിസ്റ്റന്റ്, ഞാൻ ആ സമയത്ത് അസിസ്റ്റന്റ് ആയിരുന്നു. എനിക്ക് അപ്രോച്ച് ചെയ്യാൻ പേടിയാണ്. അപ്പൊ രാവിലെ ഇങ്ങനെ കിടന്ന് ഉറങ്ങുകയാണ്. ഞാൻ പൈ തട്ടി ചേട്ടാ സർ എന്നെ കൂട്ട്, അപ്പൊ ഷൂട്ടായി ഓക്കെ വരാം. അത്ര ഭയങ്കര അപ്രോച്ചബിൾ കാര്യമാണ്. പക്ഷെ ആ ഒരു കോസ്റ്റ്യൂമിൽ കയറി കഴിഞ്ഞാൽ
ഒരു പോലീസുകാരൻ്റെ അടുത്ത് പെരുമാറി നമ്മൾ ആയിപ്പോ അത്ര ഒരു ഓറുള്ള വ്യക്തിയാണ്. അപ്പൊ ഇതിന്റെ ഇടയിൽ തന്നെ ഞാൻ ആക്ച്വലി ഇവിടെ വന്നപ്പോ പാട്ട് കണ്ടായിരുന്നു. അതെ. അപ്പൊ അതിലെ ഒരു ക്യാരക്ടർ ബ്രോയുടെ കൂടെ ഒപ്പമുള്ള ഒരാളില്ലേ, മീനാക്ഷി. ഓക്കെ ഓക്കെ, ആ ക്യാരക്ടർ എക്സ്പ്ലെയിൻ മീനാക്ഷിയെ ചെയ്യാൻ. കുറിച്ച് പറഞ്ഞോ അതോ ക്യാരക്ടറെ കുറിച്ച് പറഞ്ഞോ? ക്യാരക്ടറെ കുറിച്ച്. പുള്ളിക്കാരി അതെ. വേറൊരു ഓഡീഷന്റെ ഒരു ഇതായിട്ട് പുള്ളിക്കാരിക്ക് എത്താൻ പറ്റില്ല, അല്ലെങ്കിൽ ഇന്നുണ്ടായിരുന്ന പുള്ളി വൺ ഓഫ് ദി ലീഡ് റോൾ ചെയ്തേക്കുന്നതാണ്. വളരെ നന്നായിട്ട് ആ ചെയ്തിട്ടുണ്ട്. ക്യാരക്ടർ നല്ല രീതിയിൽ കാമുകനായിട്ടാണല്ലേ? ഞാനാണ് കാമുകൻ. ആഹാ. അതെ. അപ്പം എനിക്ക് ആ കെമിസ്ട്രി ഒക്കെ ഈവൻ ഞാൻ മീനാക്ഷിയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ആ ഒരു കെമിസ്ട്രി എനിക്ക് ഭയങ്കരമായിട്ട് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റിയായിരുന്നു. അത് സെറ്റിൽ എല്ലാ പിള്ളേരുമായിട്ടും ഉണ്ടായിരുന്നു. അത് കുഴപ്പമില്ല. അല്ലേ, നമ്മൾ തമ്മിലല്ലേ കെമിസ്ട്രി? അപ്പൊ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഇതാണ്. പിന്നെ മിനു ബേസിക്കലി ഒരു എന്താ പറയാ, ക്യാരക്ടർ മാറ്റി നിർത്തുകയാണെങ്കിൽ ഒരു കൊച്ചു കൊച്ചാണ്. ഭയങ്കര ലൈക്ക് എന്താ പറയാ, ഭയങ്കര ദ ഫൺ പാർട്ട് ഓഫ് ദ സെറ്റ് എന്ന രീതിയിൽ പറയാം. അവിടെ പോയി ബഹളം വെക്കുന്നു, ഇവിടെ പോയി ചലക്കുന്നു, ആ ഒരു സ്കീമാണ്. ഭയങ്കര ഷീസ് ദ ഫൺ ഗേൾ സെറ്റിലെ. അത് എനർജി BTS കാണാൻ പറ്റും. ഇതെന്താ ഓക്കെ ഓക്കെ. ഈ BTS സായിക് താമുവാണോ? ഇതിലെ എന്താ റോൾ അപ്പൊ അതിനകത്ത്? എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന എന്റെ കൊളീഗ് ആയിട്ട് ബേസിക്കലി വർക്ക് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് മീനുവില്. അപ്പം അവിടെ വെച്ച് നമ്മൾ കാണുന്നു, പ്രേമത്തിലാവുന്നു, കറക്കാൻ പോകുന്നു. അതല്ലേ, നമ്മളെല്ലാരും ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷെ മനസ്സമാനായിട്ട് ഒരു കോമ്പിനേഷൻ സീന് നമുക്ക് ആർക്കും ഇല്ല. ഓക്കെ. അപ്പൊ ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കുറച്ച് ഫൺ ആയിട്ടുള്ള ഒരു കാര്യമാണ്. എന്താ, നിങ്ങൾ സെറ്റിൽ എങ്ങനെ ആയിരുന്നു എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് ഏകദേശം ഒരു ചോദ്യത്തിന്റെ ഉത്തരം എനിക്കറിയാം. അതായത് ഫസ്റ്റ് സാധനം അടയാളത്തിലെ ഇമോഷൻ, അതായത് ക്യാരക്ടർ ബേസിലല്ല കേട്ടോ എനിക്ക് വേണ്ടത്. അതായത് നമ്മുടെ ആ ഒരു ഫൺ സാധനങ്ങളെല്ലാം വെച്ചിട്ട് ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള ആളാരാണ്? എല്ലാരും പറയണം. ഷില്ലു. കാണിക്കരുത്. സുലേഖ, ഫാത്തിമ. ഇപ്പൊ ഇമോഷണലായി. ഓക്കെ. ഇനി ഭയങ്കര ഫൺ ആയിട്ടുള്ള ആളാരായിരുന്നു? അത് BTS വരുമ്പോ കാണാം. വെരി ഫണ്ണി. അല്ല, ശരിക്കും ഫണ്ണായിരുന്നോ? ആയിരുന്നു. ആരും കണ്ടില്ല, കാരണം എല്ലാവരും തിരക്കായിരുന്നു. ഞാനും ഭയങ്കര ഫണ്ടായിരുന്നു. അറ്റത്ത് പോയി ഫണ്ട് കാണിച്ച് ഞങ്ങൾ ആരും കാണുമല്ലോ, വേറെ കാര്യം. നമ്മളെ ഈ ഷൂട്ടിന്റെ കാര്യം പറയുമ്പോൾ നമ്മൾ ഇപ്പൊ ആലോചിക്കുമ്പോൾ ഒരുപാട് ഫണ്ട്. ഈ കണ്ണൂർ കേസ് പോലെ അപ്പോഴും ടെൻഷനുള്ള നമ്മള് മുൾമുനയിൽ നിന്ന പല കാര്യങ്ങളും ശരിക്കും ആ വ്യക്തിയോട് എന്നും നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ പറയാം. അതെ അതെ, അവന്റെ ദൈവമാണ്. നന്ദി മാത്രമേ ഉള്ളൂ. അങ്ങനത്തെ ഒരുപാട് ഫണ്ണുകളുണ്ട്. പക്ഷെ അപ്പോഴും ഫണ്ണല്ലായിരുന്നു, ഇപ്പോഴും ഫണ്ണാണത്. ഇനി അടുത്തത് സെറ്റിലെ ഏറ്റവും ഉഡായിപ്പാരായിരുന്നു? പക്ഷെ അങ്ങനെയൊക്കെ അവള് വെയിറ്റ് ചെയ്തിരിക്കുന്നു അതിനെ കെട്ടി തരാനായിട്ട്. എന്താണ് നീ റീസൺ ഇവളൊരു മറ്റേ മോട്ടിവേഷൻ കൊടുക്കുന്ന ആളാണ്. ഒരാളുടെ മുഖം കണ്ടിട്ട് കള്ളലക്ഷണം എന്നൊക്കെ പറയുന്നത്. നീ മാറ്റിയൊന്നും പറയണ്ട. കഴിഞ്ഞ് സൈക്കോളജി അറിയാന്നുള്ള. ഇനി അടുത്തത് ഒരു ഫൺ രീതി ചോദിക്കുന്നതാണ്. ആരെങ്കിലും കോഴി എന്നുള്ള സെറ്റപ്പിൽ ആരെങ്കിലും ഉണ്ടായിരുന്നോ? ഇത് എല്ലാരും റൊമാൻറ്റിക് സ്റ്റാർ ആയ കാര്യമുണ്ട്. സ്ക്രിപ്റ്റ് വായിച്ച് ഇവന്റെ ആ ക്യാരക്ടർ അതാണ് ഷൂട്ടിംഗ് സെറ്റ് മൊത്തം ഫുൾ പാട്ട് പാടി ഇങ്ങനെ നടക്കാറുണ്ട്. ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ക്യാരക്ടർ പിടിക്കാം. ഫുൾ പാട്ടായിരുന്നു. ഇനി ഒരു തന്ത വൈബ് ഇതിനകത്ത് ആരെങ്കിലും ഉണ്ടായിരുന്നോ? എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും ലിറ്ററലി ഇൻസിഡന്റ് ഉണ്ട്. നമ്മള് ഇല്ലല്ല ഒരു ഡ്രസ്സിംഗ് ലൊക്കേഷൻ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഞാനും മീനും ഇരുന്ന് ഇല്ലല്ല ഇത് അതൊരു തന്ത വൈബല്ല, ഇത് തന്ത വൈബ്. ഇതൊന്ന് ഉപദേശിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ലൈക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംഭവം എന്ന് പറയുമ്പോൾ ഞാനും മീനും സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഓപ്പോസിറ്റ് വന്നിട്ട് ആളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. അപ്പൊ മേക്കപ്പ് ഒക്കെ ഇട്ട് നല്ല ക്യാരക്ടർ നിൽക്കുകയാണല്ലോ. ഇങ്ങനെ ഇരുന്ന് ഉപദേശിക്കണം. സി എനിക്കൊന്നേ പറയുള്ളൂ, ഈ ലൈഫിലെന്ന് പറയുമ്പോഴത്തേക്കും കുറെ ആൾക്കാർ വരും പോകും. ലിറ്ററലി ഇവൻ അറിയാന്നുള്ള ആൾക്കാർക്ക് കറക്റ്റ് ദിസ് ഹൗ ഹി ടോക്സ്. അതുകൊണ്ട് തന്നെ ഞാൻ തീരുമാനിച്ചു, എൻ്റെ അടുത്ത് ഓരോ പേര് നമ്മുടെ അടുത്ത് എങ്ങനെ നിൽക്കുന്നോ അതുപോലെ നമ്മൾ നിന്നാൽ മതി. ഇതൊക്കെ ടെമ്പററി ആണ്. ഇങ്ങനെയൊക്കെ ഉപദേശിക്കുകയാണ്. ഞാൻ അവിടെ എനിക്ക് തോന്നുന്നു അതെ അതെ ഒരു കാലഘട്ടം തൊട്ടേ ഇവൻ എന്നെ കുറിച്ച് എല്ലാം അറിയാം. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും ഒരു ചെറുതായിട്ടൊന്ന് മാറുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ പറയും പരിപാടി കൊള്ളാം. ഉപദേശം അറിയാവുന്ന കൂട്ടുകാരല്ലേ നിങ്ങൾ, പിന്നെ പഠിച്ചവരല്ലേ?
അതുകൊണ്ടായിരിക്കാം. ഇനി ഏറ്റവും വെറുപ്പീരായിരുന്നു? അയ്യോ അങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ? എന്ന് വെച്ചാൽ നമുക്കിപ്പോ നമ്മുടെ ഗ്യാങ്ങിൽ എപ്പോഴും ഉണ്ടാവില്ല, എന്ത് പറഞ്ഞാലും ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാള്. അയ്യോ അത് പറയൂല. ചിലപ്പോൾ ഡയറക്ടർ ആയിരിക്കാം. അങ്ങനെയായിരുന്നു. ഡയറക്ടർ ഞങ്ങൾ ഒരിക്കലും പറയില്ല. അല്ല, അമ്മ ആണെങ്കിലേ മുടിയൊക്കെ ഇങ്ങനെ എന്നെ പറയൂ എന്നെ അമ്മുനെ പറഞ്ഞോ? അമ്മു 5 മിനിറ്റ് പറഞ്ഞില്ല. അല്ല 7 അമ്മു അമ്മു അങ്ങനെ ഒരാളില്ല. ഇല്ല അങ്ങനെ തൂണിലും തുരുമ്പിലും അമ്മ ഉണ്ടായിരുന്നു. ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. എല്ലാവരും എല്ലാ രീതിയിലും ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ടീം തന്നെയായിരുന്നു. ഇടയ്ക്ക് ഈ മുങ്ങി പോകുന്ന ആരെങ്കിലും ഉണ്ടോ? എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ എല്ലാം നമ്മളിപ്പോ ചിലപ്പോൾ എന്തെങ്കിലും വർക്കൊക്കെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇപ്പൊ ഷൂട്ട് ചെയ്യാന്നൊക്കെ പറയാൻ പെട്ടെന്ന് നോക്കുമ്പോൾ ആളെ കാണില്ല. ഇല്ല എനിക്ക് എനിക്കറിയില്ല, പ്രൊഡക്ഷൻ ടീമിൽ അവർക്ക് ഫീൽ ചെയ്തിട്ടുണ്ടെന്നല്ല, എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു ഓൺ ടൈം. എല്ലാവരും അത്ര എന്താ പറയുക ഇൻവെസ്റ്റഡ് ആയിട്ട് നിന്നൊരു ഇതായിരുന്നു. In every way. ടൈമൊന്നും ഇല്ലായിരുന്നു. ഇല്ല അതാണ് ഈവൻ ഇപ്പൊ എനിക്ക് ഒരു ആർട്ടിസ്റ്റ് പോലും ഒരു ഷോട്ടിന്റെ സമയത്ത് ലേറ്റ് ആയി വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാവരും ഓൺ ടൈം എവറിത്തിങ്. ആ ഇറിറ്റേഷന്റെ കാര്യം പറഞ്ഞപ്പോൾ ഇപ്പൊ എനിക്കൊരു കാര്യം ഓർമ്മ വന്നു. ഒരാൾ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഈ മേക്കപ്പ് മാറ്റാൻ ടൈമായോ, ഇത് മാറ്റി യൂണിഫോം മാറ്റിക്കോട്ടെ എന്നൊക്കെ പുള്ളിക്കാരുടെ ഒരു ആരാണെന്ന് ഞാൻ പറഞ്ഞില്ല. എനിക്ക് പീരീഡ്സ് ആയിരുന്നു, അപ്പൊ ആ പാന്റ് കംഫർട്ടബിൾ അല്ലായിരുന്നു. ഇടയ്ക്ക് കുറച്ച് അപ്പൊ കൊറേ നേരം എന്റെ സീനില്ല, ഞാൻ കുറച്ചു നേരം ഒന്ന് ഊരിയിട്ടിട്ട് ഇരുന്നോട്ടെ അങ്ങനെ ചോദിച്ചു. ഫ്രീഡം ചെയ്തില്ല. ഞാൻ പറയട്ടെ, അതിന്റെ ഡ്രസ്സിന്റെ കാര്യം ഒക്കെ മുടിയിലെ കളർ അടിക്കുന്നതും ലിപ്സ്റ്റിക് ഇടയ്ക്ക് മാറ്റുന്നതും അതിലൊന്നും ഇതിൽ കാര്യമില്ല. പിന്നെ ഇടയ്ക്ക് ഷൂട്ടില്ലാത്ത ദിവസം അവള് ഗ്ലാമർ ആണെന്ന് കാണിക്കാൻ വേണ്ടി വേറെ ഡ്രസ്സൊക്കെ ഇട്ടു അവിടെ വന്ന് അല്ല ലിറ്ററലി ഒരു തവണ എനിക്ക് മാറിപ്പോയി, എനിക്ക് മനസ്സിലായില്ല. അപ്പൊ ഞാൻ കുറച്ചു ആരാ നോക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് ആരാ ഞാൻ ചോദിച്ചു. അപ്പോഴാണ് പറയണം ബിന്ദു കൊടുന്നു. ഷൂട്ടില്ലാത്ത ദിവസം ആ യൂണിഫോം ഇട്ട് വരണോ? വേണ്ട. റൂമിൽ ഇരിക്കണ്ടല്ലോ, നീ തന്നെയല്ലേ വിളിച്ചത് വരാന്. അപ്പൊ എനിക്ക് എന്തായാലും അറിയാം, ഇനിയും സംസാരിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കഥകൾ പറയാനായിട്ടുണ്ടെന്ന് എനിക്കറിയാം. എന്തായാലും നമുക്ക് റിലീസ് ഡേ വരയ്ക്കും കാത്തിരിക്കാം. നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ പടം അടിപൊളിയാവട്ടെ, അതിലും ഉഷാറാവട്ടെ എന്നുള്ളതാണ് എനിക്ക് വിഷയമായിട്ടുള്ളത്. എന്തെങ്കിലും നമ്മുടെ ഓഡിയൻസിനോട് ലാസ്റ്റ് ആയിട്ട് ആർക്കെങ്കിലും നിങ്ങളുടെ ടീമിന്റെ ഭാഗത്തുനിന്ന് പറയാനായിട്ടുണ്ടോ? February 14 റിലീസ്. അപ്പോൾ നമ്മുടെ ഒരു ഫിലിമിൽ ഒരുപാട് പാഷനായിട്ട് ആയിട്ടുള്ള ഒരു ടീമിൻ്റെ എല്ലാവരും ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരുപാട് റെസ്ട്രിക്ഷൻസിൻ്റെ ഉള്ളിൽ നിന്ന് കുറഞ്ഞ ടൈമിൽ ഫുൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്ത ഒരു വർക്കാണ്. അപ്പോൾ എല്ലാവരും ഒരുപാട് എക്സ്പെക്റ്റേഷൻസോട് ചെയ്യുന്നതാണ്. യൂട്യൂബിലാണ് റിലീസ്. അപ്പോൾ എല്ലാവരും കാണണം, കണ്ട് സപ്പോർട്ട് ചെയ്യണം. നമ്മുടെ പോരായ്മകൾ പ്ലസ് പോയിന്റ്സ് എല്ലാം ഷെയർ ചെയ്യണം, കമന്റ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം. യെസ്, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാവരുടെയും സ്വപ്നങ്ങൾ, എനിക്കറിയാം സിനിമയാണ് നിങ്ങളുടെ എല്ലാവരുടെയും മേഖല, ആഗ്രഹിക്കുന്ന സ്ഥലങ്ങളിലേക്കൊക്കെ എത്തിപ്പെടാൻ പറ്റട്ടെ. ഞാനും ഫൈറ്റ് ചെയ്യുന്ന ഒരാളാണ്, അപ്പോൾ എനിക്കറിയാം എത്രമാത്രം കഷ്ടപ്പാടാണ് ഓരോ സ്ഥലത്തേക്ക് ആവാനുള്ളതെന്നൊക്കെ ഉള്ളത്. അപ്പോൾ എല്ലാവരുടെയും സ്വപ്നങ്ങൾ നടക്കട്ടെ, ചിൽ കുപ്പിച്ചിലായിട്ടിരിക്കുക. ബാക്കിയൊക്കെ ഈ വരുന്ന 14-ാം തീയതി ഉഷാറായിരിക്കുന്നു എനിക്ക് ഉറപ്പുണ്ട്, കാരണം കുറച്ചൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം. ഓക്കെ, താങ്ക് യു.